അത് ഉച്ചപ്പാക്കി ഓണാക്കി വെക്കും. അത് സാരമില്ല, നെറ്റില്ലാതെ പറഞ്ഞില്ല. നമിതന്റെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യോ? Hello, good afternoon. Good afternoon, ma'am. Good afternoon. Okay. തുടങ്ങാം അല്ലേ? സമയം വെറുതെ വേസ്റ്റ് ചെയ്യണ്ട. റെഡിയല്ലേ എല്ലാവരും? കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻസ് ബാക്കി ഉണ്ടായിരുന്നോ? എത്രാമത്തെ വട്ടം തുടങ്ങിയാണ് നമുക്ക് ചെയ്യണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസത്തെ? അതുകൊണ്ടാണ് ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ടുള്ളൂ. 10 12 മുതലാണോ? 12 മുതൽ മിസ്. ശരി, 12 മുതലാണ് ചെയ്യേണ്ടത് കേട്ടാ. വേഗം നോക്കാം. തന്നിരുന്ന ക്വസ്റ്റ്യൻ 1/4, 1/2, 3/4 ഈസ് ഇൻ അരിത്മെറ്റിക് അല്ലെ? 1/4, 1/2, 3/4 ഒരു സമാന്തര ശ്രേണിയാണ്. വാട്ട് ഈസ് ദ 10th ടേം? അതിലെ 10ാമത്തെ പദമാണ് ചോദിച്ചേക്കണേ. 10ാമത്തെ പദം 5/4, 2, 2, 1/2 എന്ന് വെച്ചാൽ 2.5, 5, 3/4. ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ്. ഏതാണ് ആൻസർ? കിടക്കുന്ന ആൻസർ ഓപ്ഷൻസ് നോക്കി പറയാട്ടോ. 5/4, 2, 2, 1/2, 5, 3/4. ഇതാണ് ഓപ്ഷൻസ് തന്നേക്കണേ. 2, 1/2. 2, 1/2. 5/2 ശരി തന്നെയാണ്. പക്ഷെ 5/2 നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആൻസർ ഇല്ല. പക്ഷെ അതിനെ ഒന്നും കൂടിയും സിംപ്ലിഫൈ ചെയ്ത് 5/2
5/2 എന്ന് പറഞ്ഞാൽ 5ന്റെ പകുതി എന്നർത്ഥം. 5ന്റെ പകുതി 2.5. 2 1/2. 2.5 നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പറയാ, അങ്ങനെയാണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. പറയണം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 10th ടേം ആണ്. അതിനുവേണ്ടി നമുക്ക് ശ്രേണി ഓൾറെഡി തന്നിട്ടുണ്ട്. 10th ടേം എന്ന് പറഞ്ഞാൽ 10ാമത്തെ പദം കാണണം എന്ന് വെച്ചാൽ T10 കാണണം അല്ലെ. T10 എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതിനെ ഷോർട്ട് ആക്കി A+9D ചെയ്താൽ മതി അല്ലെ. A+9D ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ A എന്ന് പറയുന്ന ആദ്യ പദത്തിനോടൊപ്പം A ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനായിരുന്നത് 1/4. 1/4നോടൊപ്പം 9D എന്ന് പറയുമ്പോൾ 9 × D. D എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് ഗുണിച്ചാൽ മതി. പൊതുവ്യത്യാസത്തിന്റെ ഒപ്പം എത്രാമത്തെ പദമാണോ നമുക്ക് തന്നിരിക്കുന്നത് അതിന്റെ തൊട്ട് മുന്നത്തെ പദവുമായി മൾട്ടിപ്ലൈ ചെയ്ത് ഗുണിച്ചിട്ട് ആ കിട്ടുന്ന ആൻസറിന്റെ കൂടെ ആദ്യത്തെ പദം കൂട്ടിയാൽ മതി. അപ്പൊ നമുക്ക് എത്രാമത്തെ ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാം. 100ാമത്തെ കാണണോ, 99ന്റെ കൂടെ പൊതുവ്യത്യാസം, ആ ശ്രേണിയുടെ പൊതുവ്യത്യാസം മൾട്ടിപ്ലൈ ചെയ്യാൻ ഗുണിക്കുക, എന്നിട്ട് ആ തന്നിരിക്കുന്ന ശ്രേണിയിലെ ആദ്യ പദം കൂട്ടുക. എപ്പോഴും അങ്ങനെ തന്നെയാണ്, അത് മാറ്റമൊന്നുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ 10th ടേം ആണ് നമുക്ക് കാണേണ്ടത്. A+9D ആണ് നമ്മൾ ചെയ്യേണ്ടത്. A എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്, 1ാം പദമാണ്, അത് 1/4 ആണ്. +9D ആണ്, 9 അങ്ങനെ തന്നെ എഴുതി. ഇനി നമുക്ക് D ആണ് വേണ്ടത് ഇതിനകത്ത് അല്ലെ. D കാണുന്ന എങ്ങനെയാ? രണ്ടടുത്തടുത്ത പദങ്ങളിൽ 2ാമത്തെ പദത്തിൽ നിന്നും ആദ്യ പദം കുറയ്ക്കുക. 2ാമത്തെ പദം ഏതാ ഇതിനകത്ത്? 2ാമത്തെ പദം ഏതാ? 1/2. 1/2ൽ നിന്ന് എന്ത് കുറയ്ക്കണം? ആദ്യ പദമായ എന്ത് കുറയ്ക്കണം? 1/4. എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, LCM കണ്ടിട്ട് അടിയിൽ മുകളിലും ഡിനോമിനേറ്റർ സെയിം ആക്കി ചെയ്യാം, ഇതൊക്കെ ചെയ്യാം. പക്ഷെ ഇതിന് കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് മറ്റൊരു രീതിയിലും ചെയ്യാം. എളുപ്പത്തിലുള്ളതായതുകൊണ്ട് മാത്രമാണ്. ഈ ഫ്രാക്ഷൻ നമുക്ക് എപ്പോഴും നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ഒരു ഫ്രാക്ഷൻ ആണ്. അര, കാൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഉപയോഗിക്കാറില്ലേ? ഹാഫ്, ക്വാർട്ടർ ഉപയോഗിക്കാറുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഹാഫിൽ നിന്നും ഒരു ക്വാർട്ടർ മൈനസ് ചെയ്യണം, അല്ലെങ്കിൽ അരയിൽ നിന്നും കാൽ മൈനസ് ചെയ്യണം. അരയിൽ നിന്ന് കാൽ മൈനസ് ചെയ്താൽ എത്ര കിട്ടാം? കാൽ തന്നെ. ദാറ്റ് മീൻസ് 1/4 ആണ് ആൻസർ. ഇതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ LCM കറക്റ്റ് ആക്കുക, അതായത് ഡിനോമിനേറ്റർ സെയിം ആക്കുക. അപ്പൊ ×2 അടിയിലും മുകളിലും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 2/4 മൈനസ് 1/4. 2/4ൽ നിന്ന് 1/4 മൈനസ് ചെയ്താൽ 1/4 തന്നെയാണ് കിട്ടുക. അങ്ങനെയും ചെയ്യാം. ഇപ്പൊ നമുക്ക് D കിട്ടി 1/4. അപ്പൊ ഞാൻ അതിവിടെ കൊണ്ടുവന്ന് 1/4 എടുത്ത് എഴുതി. ഓക്കെ, ഇനി നമുക്ക് ഗുണിക്കണം. 1/4 ഞാൻ അങ്ങനെ തന്നെ ഇറക്കി എഴുതി. +9 × 1/4 ആണ്. 9 × 1/4 എന്ന് പറഞ്ഞാൽ 9/4 എന്നാണ്. 9ഉം ഈ 1ഉം കൂടി 9ഉം 1ഉം കൂടി കൂട്ടി 9 1 കൂട്ടി കഴിഞ്ഞാൽ 10 ആണ്. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് നേരിട്ട് അങ്ങോട്ട് കൂട്ടി എഴുതാം. 9 1 10, 10/4. 10/4നെ നമുക്ക് ഒന്നും കൂടി ചെറുതാക്കാം. 5/2. 2ന്റെ ടേബിളിൽ പോകും. 2 10ൽ 5 പ്രാവശ്യം, 2 4ൽ 2 പ്രാവശ്യം. അപ്പൊ 5/2 എന്നാണ് നമുക്ക് വരുന്നത്. 10/4 5/2 ആയി. പക്ഷെ ഈ 5/2 നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഇല്ല. അപ്പൊ നമുക്ക് അതിനെ വീണ്ടും ചെറുതാക്കിയിട്ടാണ് വന്നേക്കണം. 5ന്റെ പകുതി 2.5. ഓക്കെ, ക്ലിയർ ആയോ? ഇനി എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് പറയണേ. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയണം. ഒരു മിനിറ്റ് ഒന്നുകൂടി പറയണം. എവിടെ തുടങ്ങി പറയണം? തുടക്കത്തിൽ പറയണോ? വേണം. 10ാമത്തെ ടേം ആണ് തന്നിരിക്കുന്ന ഒരു ശ്രേണി, ഒരു സമാന്തര ശ്രേണിയോട് തന്നിട്ടുണ്ട്. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. 1/4, 1/2, 3/4 അങ്ങനെയാണ്. അതായത് കാൽ, അര, മുക്കാൽ അങ്ങനെയാണ് പോയിരിക്കുന്നത്. അപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോളാം, കാല്, അര, മുക്കാൽ എന്ന് പറയുമ്പോൾ കാൽ വീതം എന്ന് വെച്ചാൽ 1/4 വീതം കൂട്ടി പോയിരിക്കുന്ന ഒരു ശ്രേണിയാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം D എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ടേം, പൊതുവ്യത്യാസം 1/4 ആണ്. അപ്പൊ D നമുക്ക് കിട്ടി. D എന്ന് പറയുന്നത് കാലാണ്, 1/4 ആണ്. കാരണം കാൽ പിന്നെ അരയായി, അര പിന്നെ വീണ്ടും മുക്കാലായി. അപ്പൊ 1/4 വീതം കൂട്ടിയാണ്, കാൽ വീതം കൂട്ടിയാണ് പോയിരിക്കുന്നത് മനസ്സിലാകും. ഇനി ആ മുക്കാലിന്റെ കൂടെ അത് 3/4 കൂടെ വീണ്ടും ഒരു കാൽ കൂട്ടി അത് 1 ആവും. ഇനി ഫസ്റ്റ് നാച്ചുറൽ നമ്പർ ആയിട്ടുള്ള 1 എന്ന് പറയുന്ന അടുത്ത സംഖ്യ ആ ശ്രേണിയിലെ 1 ആണ്. ഭിന്നസംഖ്യ മാത്രമല്ല ഇതിനകത്ത് വരാം. 1 എന്ന് പറയുന്ന സംഖ്യ വരും. അടുത്തത് 1/4, 1.5, 1/4, 2, 2.5, 2.5, 2.5, 3 അങ്ങനെ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ആ ഒരു ശ്രേണിയിൽ വരാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് 10th ടേം ആണ് നിങ്ങളോട് ചോദിച്ചത്. 10ാമത്തെ പദം ഏതാണെന്ന്. 10ാമത്തെ പദം കണ്ടുപിടിക്കാനാണ് നമ്മൾ ഏത് പദം എത്രാമത്തെ വേണമെങ്കിലും പദം കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു ഇക്വേഷൻ മനസ്സിൽ സൂക്ഷിക്കാം. A+ എത്രാമത്തെ ആണോ അതിന്റെ തൊട്ട് മുന്നിലത്തെ പൊസിഷൻ × D. A എന്ന് പറയുന്നത് 1ാം പദമാണ്. ആ പദത്തിനോടൊപ്പം തൊട്ട് മുന്നിലത്തെ, അത് 10ാമത്തെ പദമാണെങ്കിൽ തൊട്ട് മുന്നിലത്തെ സ്ഥാനം എന്ന് പറയുന്നത് 9 ആണ്. 9 × D എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ നമ്മൾ 1/4 എടുത്തിട്ടുണ്ട്. അപ്പൊ 1/4. അപ്പൊ Aയുടെ സ്ഥാനത്ത് A കൊടുക്കാം. A എന്ന് പറയുന്നത് ആദ്യ പദം, അത് 1/4
പ്ലസ് 9/4. 9/4 എങ്ങനെ വന്നേ? 9 ഇൻറ്റു 1/4. 9 എന്ന് പറയുന്ന അംശത്തിനോടൊപ്പം അപ്പുറത്ത് കിടക്കുന്ന 1/4 1 എന്ന് പറയുന്ന ന്യൂമറേറ്റർ ആണ് കുടിച്ചത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒന്നും കേട്ടോ, മൾട്ടിപ്ലിക്കേഷൻ നേരെയാ അംശത്തിനോട്. ന്യൂമറേറ്റർ ടു ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ടു ഡിനോമിനേറ്റർ, അങ്ങനെയാണ് ഫ്രാക്ഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഗുണിക്കണം. 9 ഇൻറ്റു 1 9 തന്നെയാണ്. 9/4. അങ്ങനെ ഈ 9ഉം 1ഉം കൂടി കൂട്ടണം, കാരണം ഡിനോമിനേറ്റേഴ്സ് ആർ സെയിം. എന്താണ്? ഛേദങ്ങൾ ഒരുപോലെയാണ്. നമ്മൾ അംശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 10/4 കിട്ടും. 10/4 വീണ്ടും നമുക്ക് ചെറുതാക്കാം. 2ന്റെ ടേബിളിൽ ഇത് പോകും. കാരണം നമുക്ക് തന്നിരിക്കുന്ന ആൻസർ ഈ 10/4 എന്ന് പറയുന്നത് ആൻസറിനകത്ത് ഇല്ല, ഓപ്ഷൻസിലില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതിനകത്തൊന്നും പെട്ടിട്ടില്ല, അപ്പൊ ചോദ്യം തെറ്റ് അല്ലെങ്കിൽ ഉത്തരം ഓപ്ഷൻസിലില്ല, അതുകൊണ്ട് മാർക്ക് കിട്ടും. അങ്ങനെയല്ല. വീണ്ടും ഇതിനെ ഫർദർ നമുക്ക് ഒന്നുകൂടി ചെയ്യാം. 5/2. കാരണം 10നെയും 4നെയും നമുക്ക് 2 എന്ന് പറയുന്ന സംഖ്യ കൊണ്ട് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 10/2 5, 4/2 2. ഓക്കെ, അപ്പൊ 5/2. എപ്പോഴും നോക്കിയപ്പോ നമ്മുടെ തന്നിരിക്കുന്ന ആൻസർ ഓപ്ഷൻസിൽ ഇതില്ല. അപ്പൊ 5/2 ആണെന്ന് വെച്ച് ഉറപ്പിച്ച് വീണ്ടും നമ്മൾ ആൻസർ ഇല്ലാന്ന് തപ്പി നടക്കേണ്ട. ഒന്നുകൂടി ചെറുതാക്കി നോക്കാം. എങ്ങനെയാണ്? 5/2 അതിന്റെ 5ന്റെ പകുതി എന്ന് പറഞ്ഞ 2.5. ഇനി അത് എങ്ങനെ ചെയ്തേക്കണേന്ന് വേണമെങ്കിൽ കാണിക്കാം. 5ന്റെ പകുതി 5നെ 2 കൊണ്ട് ഹരിക്കുന്നു. 5/2 എന്ന് പറഞ്ഞ 5നെ 2 കൊണ്ട് ഹരിക്കാന്ന് അർത്ഥം. 2 2s are 4. 2 പ്രാവശ്യമാണ് 5ൽ പോകുക. 4 ശിഷ്ടം ഒരു 1 കിട്ടി. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മുകളിൽ കിടന്ന സംഖ്യ എടുത്ത് ആദ്യം എഴുതുന്നു ഹോൾ നമ്പർ ആയിട്ട്. ഫ്രാക്ഷൻ എഴുതുമ്പോ ശിഷ്ടം കിട്ടിയ സംഖ്യ മുകളിലും ഹരിച്ച സംഖ്യ, അതായത് ഡിനോമിനേറ്റർ, ഈ ഡിനോമിനേറ്റർ അത് മാറൂല, അത് അങ്ങോട്ടേക്ക് എടുത്ത് എഴുതിയാൽ മതി. 2 1/2. ഇങ്ങനെയാണ് ഒരു മിശ്ര ഭിന്നം എഴുതുക. ഒരു മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ഒരു ഇംപ്രോപ്പർ വിഷമ ഭിന്നത്തെ മിശ്ര ഭിന്നത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രീതി കൂടിയാണിത്. 2-3 കാര്യങ്ങളാണ് ഇപ്പൊ ഇവിടെ പഠിച്ചേക്കണേ. ഫ്രാക്ഷൻസ് തമ്മിൽ ഗുണിക്കാൻ, ഫ്രാക്ഷൻസ് തമ്മിൽ കൂട്ടാനും കുറയ്ക്കാനും, പിന്നെ ഒരു മിക്സഡ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, ഒരു എന്താ പറയാ വിഷമ ഭിന്നത്തെ മിക്സഡ് ഫ്രാക്ഷൻസിലേക്ക്, അതായത് മിശ്ര ഭിന്നത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. കുറെ കാര്യം ഈ ഒരൊറ്റ ചോദ്യത്തിൽ നമ്മൾ മനസ്സിലാക്കി. ഇപ്പൊ ക്ലിയർ ആയോ? ഇനി പറയണോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 12ാമത്തെ കഴിഞ്ഞു. 13. The nth term of an arithmetic sequence is 1 11 21 is dash. അതായത് 1 11 21 ഇങ്ങനെ പോകുന്ന ഒരു ശ്രേണിയുടെ nth ടേം ഏതാണെന്ന്, n-ാം പദമാണ് ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 10n, 10n പ്ലസ് 9, 10n മൈനസ് 9, 19n. 10n മൈനസ് 9. 10n മൈനസ് 9. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, എത്രാമത്തെ ടേം വേണമെങ്കിലും നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം കാണാനായാലും nth ടേം എന്താണ് n-ാം പദം കാണാനായാലും ഒക്കെ ഒറ്റ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. അതേത് ഇക്വേഷനാ? ഇക്വേഷൻ ഏതായിരുന്നു? a plus n minus 1 into d ആണ്. a plus n minus 1 into d. അപ്പൊ എയുടെ സ്ഥാനത്ത് a കൊടുക്കുക. 1 ഒന്നാം പദമാണ് a എന്ന് പറയുന്നത്. സോറി, 1 ആണ് ഒന്നാം പദം എന്ന് പറയുന്നത്. n മൈനസ്, ഈ n-ാം പദം പറയുമ്പോ n കൊടുക്കണ്ട, n-ന്റെ സ്ഥാനത്ത് n തന്നെ കൊടുത്ത് എഴുതാം. n മൈനസ് 1 ബ്രാക്കറ്റിൽ ഇടുന്നു. d എത്ര വീതമാണ് കൂട്ടിപ്പോയേക്കണേ? കോമൺ ഡിഫറൻസ് എത്രയാണ്? കോമൺ ഡിഫറൻസ് എത്രയാണ്? 10 ആണ്. ഓക്കെ, 10 കിട്ടി. അപ്പൊ നമ്മൾ അവിടെ എഴുതി. ഇനി നമുക്ക് ഇതൊന്നും കൂടി ചെറുതാക്കാം. 1 പ്ലസ് അങ്ങനെ തന്നെ എഴുതി. ഈ ബ്രാക്കറ്റിനെ എന്ത് ചെയ്യണം? 10 കൊണ്ട് ഗുണിച്ച് ബ്രാക്കറ്റ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യണം. ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ഓരോ സംഖ്യകളെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കണം. അപ്പൊ 10 ഇൻറ്റു n എന്ത് കിട്ടും? മൈനസ് കിട്ടും. കാരണം എന്താ? -1 ഇൻറ്റു 10, -1 എത്ര കിട്ടും? -10. അതാണ് ആ -10 വന്നേക്കുന്നത്. എന്നിട്ട് നമ്മള് ഈ എന്താ പറയാ വേരിയബിൾ ഉള്ള സംഖ്യ, അതായത് എന്നോ എക്സോ അങ്ങനെയുള്ള സാധനങ്ങളുള്ളത് ആദ്യം എടുത്ത് ചെയ്ത 10 താഴോട്ട് ഇറക്കി എഴുതി. പിന്നെ 1 ഈ നെഗറ്റീവ് 10 കൂടി നമ്മൾ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് തരണം. 1 മൈനസ് 10, 10 മൈനസ് 1 അല്ല, 1 മൈനസ് 10 എന്നാണ്. കാരണം 1ന്റെ മുമ്പിൽ സൈൻ പോസിറ്റീവ് ആണ്, 10ന്റെ മുന്നിൽ കിടക്കുന്ന സൈൻ നെഗറ്റീവ് ആണ്. അപ്പൊ 1 മൈനസ് 10 എന്നാണ് നമ്മൾ അത് വായിക്കേണ്ടത്. 10 n ചേർക്കണ്ട, കാരണം അതിനെ 1ന്റെ കൂടെ ചേർക്കാൻ പറ്റില്ല, അത് അവിടെ താഴേക്ക് ഇറക്കി എഴുതണം. കാരണം അതിന്റെ കൂടെ ഒരു വേരിയബിൾ ഉണ്ട്, n എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉള്ളതുകൊണ്ട് അതിനെ ചേർക്കാൻ പറ്റില്ല. ആ 1ഉം അതായത് 10ഉം അതിന് വേരിയബിൾസ് ഇല്ല, അത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള 2 നമ്പേഴ്സ് ആണ്. അത് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്ത് ലഘൂകരിച്ച് താഴോട്ട് എഴുതാം. 1 10 കുറയ്ക്കണം. 1 10 കുറച്ച് എത്രയാ? -9. കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ് അതെങ്ങനെയാ വരികയെന്ന്. നമ്മള് എന്താണ്, വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യയാണ് കുറയ്ക്കേണ്ടത്. വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറച്ചാല് അങ്ങനെ തന്നെ എഴുതിയാ പോരാ, ഇതിന്റെ ചിഹ്നം തന്നെയാണ് അത്. അപ്പൊ 10n - 9 ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ദ അരിത്തമെറ്റിക് സീക്വൻസ് 12, 24, 36 പിന്നെ കുറച്ച് കുത്തിട്ടിട്ട് ലാസ്റ്റ് ഒരു ടേം തന്നിട്ടുണ്ട് 132. ദ നമ്പർ ഓഫ് ടേംസ് ഈസ്, എത്ര പദങ്ങളുണ്ട് എന്നാണ് ചോദിച്ചത്. പദങ്ങളുടെ എണ്ണം കാണാൻ കഴിഞ്ഞ ദിവസം ചെയ്ത പോലത്തെ തന്നെയാണ്. അങ്ങനത്തെ രണ്ടും കണക്ക് ഓൾറെഡി ചെയ്ത വീണ്ടും വന്നതാണോ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഓക്കെ, അത് ക്വസ്റ്റ്യൻ വീണ്ടും വേറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വന്നതായിരിക്കും. അത് റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ ആണ്. 11 അതിന്റെ ഉത്തരം നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. അപ്പൊ അത് വിട്ടേക്ക്. 11 കറക്റ്റ് ഉത്തരമായിരുന്നു. അത് നമ്മൾ ചെയ്തു പോയതാ. വിട്ടേക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. ഓക്കെ, അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. സോറി, 15ാമത്തെ ക്വസ്റ്റ്യൻ. 3n + 1 ഈസ് ദ nth ടേം ഓഫ് ദ സീക്വൻസ് ഡാഷ്. 3n + 1 ഇതൊരു എന്താ പറയാ nth ടേം ഇവിടെ ഓൾറെഡി തന്നേക്കാണ്. പക്ഷെ ഇവിടെ അത് ഏത് സീക്വൻസിന്റെ, ഇവിടെ കുറച്ച് സീക്വൻസുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. 3, 6, 9, 4, 7, 10, 5, 8, 11, -3, 0, 3 ഇങ്ങനെ 4 സമാന്തര ശ്രേണികൾ കൊടുത്തിട്ടുണ്ട്. ഈ 4 സമാന്തര ശ്രേണികൾ ഏതിന്റെ nth ടേം, n-ാം പദം, ബീജഗണിത രൂപം എന്നൊക്കെ പറയാം നമുക്ക്, ആണ് ഈ കിടക്കുന്ന 3n + 1 എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏതിന്റെയാണ്? 4, 7, 10 അങ്ങനെയാണെന്നാണ് ചില ആൾക്കാർ ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കണേ. എല്ലാവർക്കും അത് കിട്ടിയോ? കിട്ടി മാം. ഈ n എന്ന് പറഞ്ഞ എപ്പോഴും ഡിഫറൻസ് മാത്രമേ വരത്തുള്ളൂ? എന്നു പറഞ്ഞ എപ്പോഴും സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും, കോമൺ ഡിഫറൻസ് ആയിരിക്കുമോ? കോമൺ ഡിഫറൻസ് അല്ല n എന്ന് പറയുന്നത് എണ്ണത്തെ സൂചിപ്പിക്കുന്ന. ഡി ആണ് കോമൺ ഡിഫറൻസിന്റെ ലെറ്റർ. ഡി ഇത് കിട്ടിയില്ല, ഒന്ന് പറഞ്ഞുതരുമോ? ഓക്കെ, അപ്പൊ 3n + 1 എന്ന് പറയുന്നത് ഏതോ ഒരു സമാന്തര ശ്രേണിയുടെ nth ടേം ആണ്, ബീജഗണിത രൂപം. അതൊരു നമ്മളില്ലേ ഇപ്പൊ സംഖ്യകൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എന്താ പറയാ കൂട്ടിയൊക്കെ എഴുതുക അല്ലെങ്കിൽ ഗുണിച്ചെഴുതുക, അങ്ങനെയൊക്കെ വരുമ്പോ ഈ സംഖ്യകൾ പോകുന്നതിന് ഒരു പ്രത്യേക രൂപമുണ്ട്. ആ രൂപത്തെയാണ് ബീജഗണിത രൂപം. അത് നമുക്ക് x അല്ലെങ്കിൽ a അല്ലെങ്കിൽ n അങ്ങനെ ഏതെങ്കിലും വേരിയബിൾ ഉപയോഗിച്ച് നമുക്ക് അതിനെ കണക്ട് ചെയ്ത് കമ്പയർ ചെയ്ത് ഒരു ഇക്വേഷൻ പോലെ ഉണ്ടാക്കാൻ പറ്റും. ഏത് സമാന്തരം, ഇപ്പൊ 5n എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? 5n എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സമാന്തര ശ്രേണിയുടെ ഒരു എന്താ പറയാ ഒരു ആൾജിബ്രയാണ്, അല്ലെങ്കിൽ അതിന്റെ nth ടേം ആണ്. കാരണം 5n എന്ന് പറയുമ്പോൾ 5n എന്ന് പറയുമ്പോൾ 5 × 1 5. 5n സ്ഥാനത്ത് നമ്മൾ 2 കൊടുത്താൽ 5 × 2 10 വരും. 5 × 3 15 വരും. എന്ന് വെച്ചാൽ 5ന്റെ മൾട്ടിപ്പിൾസിന്റെ ഒരു ശ്രേണിയാണത്. 5ന്റെ ഗുണിതങ്ങളുടെ 5ന്റെ ഗുണിതങ്ങളുടെ ഒരു ശ്രേണിയായിട്ട് വരും 5n എന്ന് പറയുന്നത്. 10n എന്ന് പറഞ്ഞാൽ 10ന്റെ ഗുണിതങ്ങൾ. മനസ്സിലായോ? അങ്ങനെ ഓരോ ശ്രേണികൾ എന്ത് രീതിയിൽ ഉണ്ടാക്കിയാലും നമുക്ക് അതിനൊരു ബീജഗണിത രൂപം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇതും ഏതോ ഒരു ശ്രേണിയുടെ ബീജഗണിത രൂപമാണ്. പക്ഷെ ഇതൊരു സമാന്തര ശ്രേണിയാണെന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്നേ ആ ശ്രേണി രൂപീകരിക്കുന്നതിൽ n-ന്റെ സ്ഥാനത്ത് അതിന്റെ എന്താ പറയാ പൊസിഷൻ കൊടുത്താൽ മതി. ഇപ്പൊ 1ാമത്തെ പൊസിഷനിലെ സംഖ്യയാണ് n-ന്റെ സ്ഥാനത്ത് 1, 3 × 1 + 1 എന്താണ്? 3 × 1 3, 3ന്റെ കൂടെ ആ ഒരു 1 കൂടി കൂട്ടി 4. കിട്ടിയോ? അടുത്തത് സെക്കൻഡ് പൊസിഷനിലെ സംഖ്യയാണ് 3 × 2 + 1. 3 × 2 6, 6 1 കൂട്ടി 7. അപ്പൊ സെക്കൻഡ് പൊസിഷനിലെ സംഖ്യ കിട്ടി. തേർഡ് പൊസിഷനിലെ സംഖ്യ കിട്ടാൻ 3 × 3 + 1. 3 3 9, 9 1 10. നോക്കിയേ, അപ്പൊ ഏതാ ശ്രേണി ഏതാപ്പോ? 4, 7, 10. അല്ല, നമുക്ക് ആ സ്ഥാനത്തിന്റെ പൊസിഷനാണ് n എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓരോ ശ്രേണിയുടെയും പൊസിഷൻ. അപ്പൊ എത്ര ടേംസ് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. n എന്ന് പറയുന്നത് ഏത് പൊസിഷനിലുള്ള സംഖ്യയാണ് നമുക്ക് വേണ്ടത്, അതാണ്. അപ്പൊ 1ാമത്തെ പൊസിഷനിൽ ഇവിടെ നമുക്ക് ശ്രേണി മൊത്തം കാണണം. ഏത് ശ്രേണിയുടെ ആണെന്നാണ് ചോദിച്ചേക്കണേ. ഇവിടെ കുറച്ച് ശ്രേണികൾ തന്നിട്ടുണ്ട്. 3 6 9. ഇറ്റ്സ് നോട്ട് ദ ആൽജിബ്രിക് ഫോം. ഈ 3n + 1 എന്ന് പറയുന്നത് 3 6 9 എന്ന് പറയുന്ന ശ്രേണിയുടെ ആൽജിബ്രിക് ഫോം അല്ല, nth ടേം അല്ല. ബിക്കോസ് 3n എന്ന് പറഞ്ഞാൽ മാത്രമേ 3 6 9 അത് 3ന്റെ മൾട്ടിപ്പിൾസ് ആകുന്നുള്ളൂ. 3ന്റെ കൂടെ n മാത്രം വന്നിട്ടുള്ളൂ, മൾട്ടിപ്പിൾസ് ആണ്. പക്ഷെ അതിന്റെ കൂടെ ആ മൾട്ടിപ്പിൾസിന്റെ കൂടെ ഒന്നും കൂടി കൂട്ടിയപ്പോഴാണ് 3 എന്നുള്ളത് 3 × 1 3 + 1 4 ആയി. കണ്ടോ? 3n + 1. 3 × 2 6 ആണ്. അത് 3n ആണെങ്കിൽ, പക്ഷെ അതിന്റെ കൂടെ ഒന്നും കൂടി കൂടിയേക്കാണ്. സോ ദ സെക്കൻഡ് ടേം ഈസ് 7 7. അടുത്തത് 3 × 3 അപ്പൊ 9 കിട്ടും. പക്ഷെ അത് തന്നിരിക്കുന്നത് ഈ ശ്രേണിയിലെ അല്ല, അതിന്റെ കൂടെ ഒന്നുകൂടി ഉണ്ട്, +1 ഉണ്ട്. അപ്പൊ അതുകൊണ്ട് 10 ആയി. അപ്പൊ 4 7 10 എന്ന് പറയുന്ന ശ്രേണിയുടെ എന്താണ് nth ടേം അല്ലെങ്കിൽ ബീജഗണിത രൂപമാണ് ഈ പറഞ്ഞ 3n + 1. ക്ലിയർ ആയോ? ക്ലിയർ ആയി മിസ്.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ അരിത്മെറ്റിക് സീക്വൻസ് 8, 12, 16 20th ടേം ഏതാണെന്ന് അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. എന്ന് തന്നെ ചെയ്ത് കണ്ടുപിടിച്ചിട്ട് എന്നോട് ആൻസർ ചെയ്യാൻ പറഞ്ഞേ. 84 ആണോ? 84. എന്താ പറയാ സംഖ്യയാണ് ചോദിച്ചാണ്. 20ാമത്തെ പദം 8, 12, 16 എന്ന സമാന്തര ശ്രേണിയുടെ 20ാമത്തെ പദം 84, 98, 108, 94. 84. 84 കറക്റ്റ് ആണ്. 84 സംശയമൊന്നുമില്ല എല്ലാവർക്കും. 8, 12, 16 4 വീതമാണ് കൂട്ടിപ്പോയിരിക്കുന്നത്. സോ ദ കോമൺ ഡിഫറൻസ് എന്താ പറയാ പൊതു വ്യത്യാസം എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ ഒന്നാമത്തെ പദത്തിനോടൊപ്പം നമുക്ക് കാണേണ്ടത് 20ാം പദം ആകുമ്പോ 19 × 4 ചെയ്യേണ്ടത്. 19 × 4 ചെയ്തിട്ട് ആദ്യ പദം അതിന്റെ കൂടെ കൂട്ടാം. 8 ആണ് ആദ്യ പദം, 8 കൂട്ടിയാൽ മതി. അപ്പൊ 84. അടുത്തത് 10, 13, 16 ഈസ് ഇൻ അരിത്മെറ്റിക് സീക്വൻസ്. അതൊരു സമാന്തര ശ്രേണിയിലെ സംഖ്യകളാണ്. 10, 13, 16 എന്ന് പറയുന്നത്. ദ പൊസിഷൻ ഓഫ് 82 ആണോ 32 ആണോ 82 ആണോ 82 ആണ്. നോക്കട്ടെ. ഓക്കെ, 82 എന്ന് പറയുന്നത് അത് എത്രാമത്തെ ടേം ആണെന്ന്, എത്രാമത്തെ പൊസിഷനിലെ സംഖ്യയാണ് അതെന്ന് ചോദിച്ചേക്കണം നിങ്ങളോട്. അപ്പൊ എത്രാമത്തെ പൊസിഷനിലെന്ന് പറയുമ്പോൾ എന്നെ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. എത്രാമത്തെ പൊസിഷനിലാണ്? ഓപ്ഷൻസ് വായിക്കാം. 20ാമത്തെ, 20th, 22nd ടേം, 25th ടേം, 30th ടേം. 25th ടേം. 25ാമത്തെ പദമാണ് 82. ഏത്? 10, 13, 16 അങ്ങനെ 3 വീതം കൂടി പോകുന്ന ഒരു ശ്രേണിയിലെ ഏതോ ഒരു പദമാണ് 82. പക്ഷെ അത് എത്രാമത്തെ പദമാണെന്ന് നമുക്ക് തന്നിട്ടില്ല. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടായിരുന്നത്. അപ്പൊ 25th ടേം എന്നാണ് പറഞ്ഞേക്കുന്നത്. 82 ഏത് പദമാണെന്ന് കണ്ടുപിടിക്കാനായാലും പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനായാലും പദമാണോ എത്രാമത്തെ പദമാണെന്ന് കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് ഈ ഒരൊറ്റ ഇക്വേഷൻ മതി. a + n - 1 × d. ഇവിടെ a എന്ന് പറയുന്നത് 1ാം പദം തന്നിട്ടുണ്ട്. 10 പ്ലസ് n ആണ് മാത്രമേ തരാത്തതുള്ളൂ. അപ്പൊ n-ന്റെ സ്ഥാനത്ത് n തന്നെ അവിടെ കിടക്കട്ടെ. ഇൻറ്റു d കോമൺ ഡിഫറൻസ് എത്ര വീതം കൂട്ടി പോയേക്കണേ? 3 വീതം. എന്നിട്ട് സമൂഹത്തിന്റെ എത്ര കൊടുക്കണം? 82ന്റെ ആണ് നമ്മൾ പരിശോധിക്കണ്ടേ. 82 എന്ന് പറയുന്നതാണ് ഏത് പൊസിഷനിലാണെന്ന് നോക്കണ്ടേ. അപ്പൊ 82 സമൂഹത്തിന്റെ അങ്ങോട്ട് കൊടുക്കുക. മനസ്സിലായല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? 10 പ്ലസ് അങ്ങനെ തന്നെ ഇറക്കി എഴുതുന്നു. ഈ 3 കൊണ്ട് ഈ ബ്രാക്കറ്റിനെ മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 × n 3n അല്ലെ. 3 × -1 -3 ഈക്വൽ ടു 82 എഴുതാം. ഈ 3n അങ്ങനെ തന്നെ ഇറക്കി എഴുതണം. 3n ഒന്നും ചെയ്യരുത്. 10 നമുക്ക് വേണമെങ്കിൽ ഈ 3 മൈനസ് ചെയ്യാം. 10 - 3 10 - 3 എന്ത് കിട്ടും? 7. അപ്പൊ 3n അങ്ങനെ തന്നെ ഇറക്കി എഴുതിയിട്ട് 3n + 7 ഈക്വൽ ടു 82. 3n അങ്ങനെ തന്നെ എഴുതാം. ഈക്വൽ ടു 82 +7 നമുക്ക് ഇപ്പുറത്തേക്ക് ചാടിക്കാം. അപ്പൊ എന്താകും? -7. -7. 82 7 കുറച്ചാൽ ബാക്കി എത്രയുണ്ട്? 75 അല്ലെ. 75. 3n ആണ് 75. 3 times n 3 പ്രാവശ്യം n മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 75 കിട്ടിയത്. സോ ദ വാല്യൂ ഓഫ് n എന്ന് പറയുമ്പോ അപ്പൊ എത്രയായിരിക്കണം? 75 ഇൻറ്റു ചെയ്യാനുള്ളത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോ ഡിവിഷൻ ആകും. അപ്പൊ 75 ബൈ 75 × 3. 75 3 എത്ര പ്രാവശ്യം പോകും? 25 പ്രാവശ്യം അല്ലെ. 25 അതെ 25 3 പ്രാവശ്യം ചേരുമ്പോഴാണ് അത് 75 ആകുക. 3 25കൾ ചേരുമ്പോഴാണ് 75 ആകുക, 75 ആകുക. ദാറ്റ് മീൻസ് 25 എന്ന് പറയുന്നത് 25ാമത്തെ പദമാണ് ഈ പറയുന്ന 82. 25th ടേം കേട്ടാ, 25ാമത്തെ പദം. ഓക്കെ, അടുത്തത് 5x -7. 5x -7. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് x? -1. -1. -2 -1 0 1 2 -1. എക്സിന്റെ വില കാണാൻ നടുക്കത്തെ ഏതെങ്കിലും സംഖ്യ വിട്ടുപോയി കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കണമെങ്കിൽ അറ്റത്തുള്ള 2 സംഖ്യകൾ തമ്മിൽ കൂട്ടാം. 7ഉം 5ഉം കൂടി കൂട്ടാം. എന്നിട്ട് എത്ര കൊണ്ട് ഹരിക്കണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നോക്കാം, ഇത് വലുതിന്ന് ചെറുത് കുറയ്ക്കണം. കാരണം 7 നെഗറ്റീവും മറ്റേത് പോസിറ്റീവുമാണ്. 7ഉം 5ഉം കൂടി കൂട്ടുമ്പോൾ ഇവിടെ നെഗറ്റീവും പോസിറ്റീവും കൺസിഡർ ചെയ്യണം. വലുതിന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. അപ്പൊ -2
ബൈ 2. -2 വെട്ടിപ്പോകും. ആൻസർ ഈസ് 0 അല്ല, -1. -1 ആണ് ആൻസർ വരിക കേട്ടാ. -1. ഓക്കെ. അടുത്തത് the second term of an arithmetic sequence is 10 and fourth term is 16. Find the first term. രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് സെക്കൻഡ് ടേം ആണ്. രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് 10ഉം ആൻഡ് നാലാമത്തെ ടേം എന്ന് പറയുന്നത് ഫോർത്ത് ടേം എന്ന് പറയുന്നത് 16. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ടേം എന്താണെന്നാ ചോദിച്ചത്. ോ 14, 7, 8, 10. 14, 7, 8, 10. 7. കിട്ടിയോ? ഇല്ല, കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഡിഫറെന്റ് പൊസിഷൻസിലെ സംഖ്യ തന്നാലില്ലേ, അല്ല എന്താ പറയാ, പദങ്ങൾ തന്നാ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തില്ലേ കണ്ടുപിടിക്കാൻ, ഡി കണ്ടുപിടിക്കാൻ. ചെയ്തിട്ടില്ല. അപ്പൊ ഇല്ലേ ഇപ്പൊ ഇന്നൊരു നോട്ട് തന്നില്ലേ, പുതിയ നോട്ട് തന്നില്ലേ, അതില് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണുള്ളൂ. ഓക്കെ ഓക്കെ, ശരിയാണ്. ഇത് രണ്ട് രീതിയിലും ചെയ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, അത് കുഴപ്പമില്ല. നമുക്ക് 2 ടേമുകളാണ് തന്നേക്കണം. ഒന്ന് സെക്കൻഡ് ടേം, ആദ്യത്തെ പദം തന്നിട്ടില്ല. സെക്കൻഡ് ടേമിലെ സംഖ്യ തന്നിട്ടുണ്ട്. എത്രയാണ് തന്നേക്കണത്? 10 അല്ലെ? 10. പിന്നെ മൂന്നാമത്തെ തന്നിട്ടില്ല. നാലാമത്തെ എത്ര തന്നിട്ടുണ്ട്? 16. ഓക്കെ, ഇവിടെ ഇല്ലേ ഇത് ആ ഒരു ഇക്വേഷൻ ഇപ്പൊ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ ഈ രീതിയിൽ ചെയ്യണം. ഞാൻ അത് പറയാതെ പോയത്, പക്ഷെ ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞിരുന്നു എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു മെത്തേഡിൽ പറയാൻ പോയത്. പുതിയ നോട്ട് എന്ന് പറയുന്നുണ്ട്, അന്നേരം അവിടെ പറയാം. എന്തായാലും അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ ഞാൻ ഇപ്പൊ വെറുതെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ നിങ്ങൾ നോക്കിയേ, ഇതിനകത്ത് ഈ ഒരു ഭാഗം മാത്രം നോക്കുക. ആദ്യത്തെ ടേം ഇല്ല, അതവിടെ കിടക്കട്ടെ. രണ്ടാമത്തെയും നാലാമത്തെയും ഉണ്ടല്ലോ, രണ്ടാമത്തെയും നാലാമത്തെയും ടേം ഉണ്ട്. മൂന്നാമത്തെ ഇടയെന്ന് വിട്ടുവരുത്. ആ മൂന്നാമത്തെ കണ്ടുപിടിക്കാലോ നിങ്ങൾക്ക്. കണ്ടുപിടിച്ചില്ലേ? തൊട്ട് മുന്നിലേക്ക് കണ്ടുപിടിച്ചോലെ. 16 കൂടി എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. 10, 16 കൂടി കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 10, 16 കൂട്ടി എത്രയാണ്? 26. 26 ആൻസർ 13. അപ്പൊ ഇവിടുത്തെ പദം കിട്ടിയില്ലേ? ഇവിടുത്തെ പദം കിട്ടിയില്ലേ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്ര വീതമാണ് കൂട്ടി കൂട്ടി പോയിരിക്കുന്നതെന്ന്. 10 13 13 16. എത്ര വീതം ആഡ് ചെയ്തിട്ടുണ്ട്? 3 വീതം. 3 വീതം കൂട്ടി പോയിക്കാണ്. അപ്പൊ തൊട്ട് മുന്നിലത്തെ ഒരു പദം മിസ്സിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ 3 കുറച്ചാൽ മതി. അതിൽ നിന്ന് 3 കുറച്ചാൽ മതി. ആ കിടക്കുന്ന ഈ എന്താ പറയാ, ആദ്യമായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്ന 10 എന്ന് പറയുന്ന സംഖ്യ, അതായത് രണ്ടാമത്തെ പൊസിഷനിൽ കിടക്കുന്ന സംഖ്യന്ന് ആ 3 കുറച്ചാൽ മതി. സോ മിസ്സിംഗ് നമ്പർ എന്ന് പറയുന്നത് 7 ആണ്. അത് മറ്റേ ഇക്വേഷൻ ഞാൻ ഇപ്പൊ പറയാത്തത് കൊണ്ടാണ് ആ ഇക്വേഷൻ മോഡലിൽ ചെയ്യാൻ. ഇതിങ്ങനെ നിങ്ങൾക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് ചെയ്യാം. ഇതുപോലെ തൊട്ടടുത്തടുത്ത നമ്പേഴ്സ് മിസ്സിംഗ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ, ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള സംഖ്യകൾ തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കാം. അപ്പൊ 5ാമത്തെയും 7ാമത്തെയും പദങ്ങൾ തന്നിരിക്കുന്നു, 5ാമത്തെയും 7ാമത്തെയും പദങ്ങൾ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പറയുമ്പോ ഏറ്റവും ആദ്യത്തെ സംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഒരു സാധനം ഉപയോഗിക്കാലോ. 5ഉം 7ഉം തന്നിട്ടല്ലോ, 6ാമത്തെ മിസ്സിംഗ്. അപ്പൊ ആ ഒരു ഭാഗം മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നടുക്കിലത്തെ സംഖ്യ ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ. എന്നിട്ട് അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും, പൊതുവ്യത്യാസം കിട്ടും. പൊതുവ്യത്യാസം കിട്ടിയ എത്രാമത്തെ ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയാമോ? ഒന്നുകൂടെ പറയുവോ? ഇതെന്നൊന്നുകൂടി പറയണോ? അതായത് നമ്മൾ ഒരു ശ്രേണിയാണ്, ഒരു എന്താ പറയാ അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഈ അരിത്മെറ്റിക് സീക്വൻസിൽ ആദ്യത്തെ സംഖ്യ തന്നില്ല, രണ്ടാമത്തെ സംഖ്യ തന്നു, മൂന്നാമത്തെ സംഖ്യ ഇല്ല, നാലാമത്തെ സംഖ്യ തന്നു. ഓക്കെ, ഇങ്ങനെ തരുമ്പോ നമ്മള് ഇതിനകത്തുനിന്ന് ഈ പറഞ്ഞ നമ്മളോട് ഇവിടെ ആദ്യത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് അങ്ങോട്ട് എഴുതി. എങ്ങനെ എഴുതി? ആദ്യത്തെ പദമില്ല, സെക്കൻഡ് ടേം തന്നിട്ട് 10 എഴുതി. തേർഡ് ടേമിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല, ഫോർത്ത് ടേം പറഞ്ഞിട്ടുണ്ട് അവര്. അതുകൊണ്ട് ഞാൻ അവിടെ 16 എഴുതി. എന്ന് വെച്ചാൽ 1ാമത്തെ 3ാമത്തെ സംഖ്യകൾക്ക് പകരം ഞാൻ അവിടെ 2 ഡാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആരാണ് മ്യൂട്ട് ചെയ്യാത്ത മ്യൂട്ട് ചെയ്തേക്ക് നിങ്ങൾ, ഞാൻ പറഞ്ഞോളാം. അവിടെ എക്കോ വരണം എന്ന് പറഞ്ഞ് അവിടെ ഇത് വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ? ഈ പറയുന്ന ആ ശ്രേണിയിലെ തൊട്ടടുത്ത 2 പദങ്ങളില് ഇടയിൽ ഒരു പദം ഇട്ടിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, ഓൾട്ടർനേറ്റ് ആയിട്ട് അടുത്തടുത്ത് 2 പദം ഉണ്ടോ എന്ന് നോക്കുക നിങ്ങള്. ഓൾട്ടർനേറ്റ് എന്ന് വെച്ചാൽ ഒന്ന് ഇടപെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു
ആ 2 കൊണ്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്യണ്ടേ. തൊട്ടടുത്ത 2 പദങ്ങളല്ലേ, അപ്പൊ അതിനകത്ത് 2 കോമൺ ഡിഫറൻസ് അല്ലേ പറഞ്ഞുള്ളൂ. മനസ്സിലാവണ്ടോ പറയുന്നത്? അതായത് ഒരു സംഖ്യ വിട്ട് പിന്നത്തെ തൊട്ടടുത്ത സംഖ്യ, അതായത് അതിന്റെ തൊട്ട് മുന്നിലൊരു സംഖ്യ ഉണ്ട്, അതിൽ നിന്നും അതിന്റെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള സംഖ്യയിലേക്ക് അടുത്ത, അതായത് ഒന്നിന് ഇടപെട്ട സംഖ്യയുടെ അടുത്തേക്ക് എത്താനായിട്ട് 2 ഡിയും കൂടി ചേർന്നിട്ടുണ്ടാവുള്ളൂ. മനസ്സിലായോ? കോമൺ ഡിഫറൻസ്. അപ്പൊ ആ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. 2 കൊണ്ട് തന്നെയാണ്. അതിന്റെ ഇടയിൽ ഒറ്റ സംഖ്യയാണ് വിട്ടേക്കണമെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞത്. ഒരു സംഖ്യയാണ് വിട്ടിരിക്കുന്നതെങ്കിലാണ് ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇത്രയും മാത്രം പരിഗണിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനകത്ത് ഈ ഒരു പദം എക്സ് ആണെന്ന് വിചാരിക്കുക. തൊട്ട് മുന്നിൽ നമ്മൾ അങ്ങനത്തെ ഒരു കണക്ക് ചെയ്തില്ലേ, എക്സിന്റെ വില കണ്ടുപിടിക്കാൻ. അങ്ങനെ എക്സിന്റെ വില കണ്ടുപിടിച്ചതുപോലെ 10ഉം 16ഉം തമ്മിൽ കൂട്ടുക, ബൈ 2 ചെയ്യാം. ഓക്കെ, അതന്നെ. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ നമുക്ക് 26 കിട്ടും. 26ന്റെ പകുതി, ദാറ്റ് ഈസ് 13. ആവറേജ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം. 13. ഈ 13 ഇപ്പൊ ഈ മിസ് ആയതൊക്കെ മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് 13. ഇവിടെ 13 എന്ന് കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായി 3 വീതമാണ് ആ സമാന്തര ശ്രേണി. അങ്ങനെ എഴുതി പോയേക്കണേ. 10, 13, 16, 19, 22 അങ്ങനെ 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 അങ്ങോട്ട് പോകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തൊട്ട് മുന്നിൽ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് അടുത്തടുത്ത പദങ്ങളൊന്നുമല്ല, മൂന്നാമത്തെ പദമൊന്നും അല്ല ചോദിച്ചേ, ടേം അല്ല ചോദിക്കുന്നത്. ഫസ്റ്റ് ടേം എന്താണെന്ന് ചോദിച്ചേ. ഫസ്റ്റ് ടേം കാണണമെങ്കിൽ ആ 2ാമത്തെ ടേം അവിടെ എഴുതിയിട്ടുണ്ട്. അതിന്റെ കൂടെ എന്ത് ചെയ്യണം? 3 കൂട്ടുകയല്ല, 3 കുറയ്ക്കണം. 3 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 7 കിട്ടും. ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ മിസ്സിംഗ് നമ്പേഴ്സ്. നിങ്ങൾ ചെയ്തേ ഒന്ന്. അതുപോലെ തന്നെ 2 സംഖ്യ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അതെ, ഞാനിവിടെ 6, പിന്നെ ഒരു റെക്ടാംഗിൾ ബോക്സ് വരച്ചിട്ടുണ്ട്. 14 അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരണുണ്ട് പല സൈസിലൊക്കെ. എനിക്കൊന്നും വേണ്ട, ബോക്സ് ഒക്കെ നമ്മളെ കണ്ടുപിടിക്കും. മിസ്സിംഗ് 2 നമ്പേഴ്സും വേണേ. ഞാനിവിടെ ഓപ്ഷൻസ് വായിക്കാം. 10ഉം 12ഉം, 10ഉം 16ഉം, 12ഉം 18ഉം, 10ഉം 18ഉം. 10ഉം 18ഉം. ആ പെയർ ഓഫ് 2 സംഖ്യകളും കാണും. 10ഉം 18ഉം. 10ഉം 18ഉം. ക്ലിയർ ആകാതെ നേരത്തെ സംശയം ചോദിച്ചവർക്ക് അങ്ങോട്ട് വേഗം ചെയ്ത് നോക്കിയേ. 10ഉം 18ഉം തന്നെയാണോ എന്ന്. അവർ ഇത്തിരി സ്ലോ ആയിരിക്കും, കാരണം അവരിപ്പോ മനസ്സിലാക്കിയിട്ടുള്ളൂ. അവരൊന്ന് ചെയ്യട്ടെ, എന്നിട്ട് വേണം അടുത്ത ടോപ്പിക് എടുക്കാൻ. ടോപ്പിക്കല്ല, ഇത് തന്നെ. ഇത് ഒരു ഇച്ചിരി വലിയ ഒരു ടോപ്പിക്കാണ്. 5-6 ക്ലാസ് ഒക്കെ വേണ്ടി വരും. 10 കിട്ടി ടീച്ചറെ. ആൻസർ കിട്ടിയല്ലോ എല്ലാവർക്കും? 10ഉം 18ഉം ആണ് ആൻസർ കേട്ടാ. ഷിജിൻ 10 മാത്രമേ ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. ഷിജിന് 10 മാത്രം കിട്ടിയിട്ടുള്ള. 10ഉം 18ഉം കിട്ടിയോ? ഓക്കെ, ശരി. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിണ്ടാവും അത്രയും വരെ. അപ്പൊ ഇന്നും നമ്മൾ ഇതിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് എക്സ്ട്രാ പുതിയതായിട്ടൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ എന്താന്ന് നോക്കാം. ഇതിന്റെ ഇനി സംശയമില്ലല്ലോ, ക്ലിയർ ചെയ്യണേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറയാ, 10ഉം 18ഉം കിട്ടി. ശരി, ഇന്ന് നമ്മൾ എന്തൊക്കെയാന്ന് നോക്കിയാ, നോട്ടൊക്കെ ഒന്ന് എടുത്ത് വെച്ച് നോക്കിയാ നിങ്ങൾ ഇന്ന് കുറച്ച് എന്തൊക്കെയാണ് ഇന്നത്തെ ടോപ്പിക്കിനേക്ക് കൊണ്ടുവന്നേക്കണ മെത്തേഡുകൾ, അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തൊക്കെയാന്ന് നോക്കാം. അതായത് ഏത് ശ്രേണിയുടെയും nth ടേം ഒക്കെ തന്നാൽ, nth ടേം തൊട്ട് മുന്നിൽ ഇപ്പൊ നേരത്തെ ഒരു കണക്ക് ഞാൻ അങ്ങനെ ചെയ്തിരുന്നു. n-ാം പദം തന്നു കഴിഞ്ഞാൽ സമാന്തര ശ്രേണി, ഹൗ ടു ഫ്രെയിം ദ അരിത്തമെറ്റിക് സീക്വൻസ് വെൻ nth ടേം ഇസ് ഗിവൺ. n-ാം പദം തന്നിരുന്നാൽ എങ്ങനെയാണ് ശ്രേണി രൂപീകരിക്കുക, അത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ഏത് ശ്രേണി തന്നാലും ഇത് ഇവിടെ ഒരു ഉദാഹരണം കാണിച്ചിട്ടുണ്ട്. 2n+1. 2n എന്ന് പറയുമ്പോൾ 2ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 2, 4, 6, 8, 10, 12 അങ്ങനെ പോകും. 2n എന്ന് പറഞ്ഞാൽ, പക്ഷെ 2n അല്ല, 2n+1 ഉണ്ട്. അപ്പൊ എന്ത് വരും? 2n എന്ന് പറയുമ്പോൾ 2 × 1 2-നാണ്, +1 എന്ന് പറയുമ്പോൾ 3. ആദ്യത്തെ പദം 3. അടുത്ത 2 × 4 4 1 5. അപ്പൊ 3ഉം 5ഉമായി. അടുത്ത 2 × 3 6 6 1 7. കണ്ടോ? അങ്ങനെ 3 5 7 അങ്ങനെയാണ് ആ ശ്രേണി രൂപീകരിക്കുന്നത്. ഫസ്റ്റ് ടേം ഒക്കെ കാണാനായിട്ട് തന്നിരിക്കുന്ന ബീജഗണിതത്തിൽ, അതായത് nth ടേമില് നമ്മൾ ആ പൊസിഷൻസിൽ നമ്മൾ സംഖ്യകൾ കൊടുത്താൽ മതി, എത്രാമത്തെ വേണമെങ്കിലും. ഇപ്പൊ ഇതേ ടേമിൽ തന്നെ 2n+1 എന്ന് പറയുന്ന അരിത്തമെറ്റിക് ഒരു ആൽജിബ്രയാണ്. നിങ്ങളോട് 25th ടേം കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അന്നേരം 25ാം ടേം കാണാൻ പറഞ്ഞാൽ 2 × 25+1 അല്ലെ? 2 × 25+1 എന്ന് ഇടും അല്ലെ? 2 × 25 +1 എന്ന് ഇടും. 2 × 25 50 ആണ്. 50 ഒന്നും കൂട്ടി കഴിഞ്ഞാൽ 51. ഇങ്ങനെ അങ്ങനെ പോകുകയാണെങ്കിൽ
അപ്പോ ഇതാണ് ശ്രേണി രൂപീകരിക്കുന്ന വിധം. സമാന്തര ശ്രേണി നമുക്ക് രൂപീകരിക്കാം. ഇഫ് nth, നമ്മൾ നേരത്തെ സമാന്തര ശ്രേണിയിൽ നിന്ന് nth ടേം കണ്ടുപിടിച്ചു, ബീജഗണിതം ആക്കി. ബീജഗണിതം ഉണ്ടെങ്കിൽ അത് സമാന്തര ശ്രേണിയും ആക്കാം, തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പറ്റും. വേറെ ഒരെണ്ണം കൂടി കാണിച്ചിട്ടുണ്ട്, 4n - 1. 4n എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾസിന്റെ ഒരു ശ്രേണിയാണ്. 4 2 4s are 8, 3 4s are 12, 4 4s are 16, 5 4s are 20. അങ്ങനെ പോകും. 4ന്റെ മൾട്ടിപ്പിൾസ് ആണ്. പക്ഷെ അതിൽ നിന്ന് ഒന്ന് കുറയണം എന്നാണ് പറയുന്നത്. 4 × 1 4 തന്നെയാണ്, അതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ 3. അപ്പൊ കണ്ടല്ലോ 3. അടുത്ത 4 × 2 8, 8 നിന്ന് കുറച്ചാൽ 7. 4 × 3 12, 12 നിന്ന് കുറച്ചാൽ 11. കണ്ട 3 7 11. അതാണ് ആ ശ്രേണി. അന്നോട്ട് മനസ്സിലായ എഴുതിയിരിക്കുന്നത്? ഓക്കെ. എന്താണ് ഷിജി ചോദിച്ചത്? എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, അടുത്തത് nth ടേം ഓഫ് 10n. 10n നേരത്തെ ഞാൻ ഉദാഹരണം പറഞ്ഞതുപോലെ 10n, അതായത് എന്നിന്റെ കൂടെ ഇങ്ങനെ പ്ലസ് മൈനസ് ഒന്നും വേറെ ഒന്നുമില്ല, വെറുതെ ഒരു പദവും അതിന്റെ എന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സംഖ്യകളുടെ മൾട്ടിപ്പിൾസ് ആണ്. 10n എന്ന് പറഞ്ഞാൽ 10ന്റെ മൾട്ടിപ്പിൾസ് 10, 10 × 2 20, 30, 40. അതെ, അതാണ് 10ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ്. ഏത് ആൾജിബ്ര 10n എന്ന് പറയുമ്പോ 10ന്റെ മൾട്ടിപ്പിൾസ് എന്ത് വരും? 10ന്റെ ഗുണിതങ്ങൾ എന്ന് വരും. ഓക്കെ, അതുപോലെ 5n എന്ന് പറയുകയാണെങ്കിൽ 5n എന്ന് പറയുകയാണെങ്കിൽ ഗുണിതങ്ങൾ അല്ലെ? അങ്ങനെ വരും. അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, അടുത്തത് എന്താ? ഇതാണ് നമ്മൾ ഇന്ന് പറയാൻ പോയ ഒരു ഇക്വേഷനില് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പൊ നേരത്തെ പറഞ്ഞ കണക്കില് ഇങ്ങനെ 6 ഒരു കോമ ഇട്ടു, ഇവിടെ ഒരു പദം ഉണ്ടായില്ല, ഇവിടെ ഒരു പദം ഉണ്ടെന്ന് വിചാരിക്കാം. 6 ഇങ്ങനെ ഒരു പദം ഉണ്ടായിരുന്നു, ഇവിടത്തെ ടേമില്ല, എന്നിട്ട് മുമ്പിൽ ടേമില്ല, എന്നിട്ട് നിങ്ങളോട് ഈ ഫസ്റ്റ് ടേമിലെ സംഖ്യ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നമില്ല, നമുക്ക് ഇങ്ങനെ തന്നെ അറേഞ്ച് ചെയ്ത് 6 10 കൂടി കൂട്ടി 6 10 കൂട്ടിയാൽ എത്രയാണ്? 16. 16/2 എത്രയാണ്? 8. അപ്പൊ ഇവിടുത്തെ പദം കിട്ടി, 8 കിട്ടി. എന്ന് വെച്ചാൽ 2 വീതമാണ് കൂട്ടിപ്പോയേക്കണേ. അപ്പൊ ഇവിടുത്തെ പദവും കിട്ടി. 6ൽ നിന്ന് 2 കുറച്ചാൽ മതി, 4 കിട്ടി. ഇങ്ങനെ നമുക്ക് ടേംസ് തന്നു കഴിഞ്ഞാൽ ഇടയിൽ നിന്ന് ഒരെണ്ണമൊക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതേസമയം 2 ഡിഫറെന്റ് എന്താ പറയാ ഡിസ്റ്റന്റ് പ്ലേസസിലെ അകലത്തിലുള്ള 2 സംഖ്യകളുടെ ഇതുപോലെയുള്ള ഡിഫറൻസുകൾ അല്ല ടേംസ് ആണ് തന്നേക്കണെന്ന് ചോദിക്കുക. 4ാമത്തെ പദം ഇത്ര, 10ാമത്തെ പദം ഇത്ര എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഡാഷ് ഇട്ട് വച്ച് ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ? ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. എന്ത് കണ്ടുപിടിക്കാൻ? ഡി കണ്ടുപിടിക്കാൻ. 10ാമത്തെ പദം തന്നിരിക്കുന്നു, 25ാമത്തെ പദം തന്നിരിക്കുന്നു. മനസ്സിലായ? 10ാമത്തെ പദം 100 എന്നും 25ാമത്തെ പദം എന്താ പറയാ 250 എന്നും ഒക്കെ പറഞ്ഞ് തന്നിരിക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളോട് അതിനകത്തെ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസമോ ഫസ്റ്റ് ടേം 1ാം പദമോ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്താൽ മതി. ഡി ആദ്യം കണ്ടുപിടിക്കാം, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. എന്താണെന്നറിയാമോ? ആ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും അതുപോലെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും കാണുക, അതിനെ തമ്മിൽ ഡിവൈഡ് ചെയ്യുക. ഏതൊക്കെയാണ് കാണേണ്ടത്? ഡിഫറൻസ് ഇൻ ടേംസ്. അത് ഞാൻ അവിടെ നിങ്ങൾക്ക് നോട്ടിലുണ്ട്, അപ്പൊ പിന്നെ കുഴപ്പമില്ല. അവിടെ ഇതിണ്ട് ഡിഫറൻസ് ഇൻ ടേംസ് ബൈ ഡിഫറൻസ് ഇൻ പൊസിഷൻ. പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ബൈ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ചെയ്താൽ മതി. എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞേ? ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, 8th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഇസ് 12. 8ാമത്തെ പദം 12, 12ാമത്തെ പദം 8, 8ാമത്തെ പദം 12ഉം 12ാമത്തെ പദം 8ഉം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എത്രയാണ്, അതുപോലെ തന്നെ ഫസ്റ്റ് ടേം എത്രയാണ് എന്നാണ് ചോദിച്ചാണ്. അപ്പൊ നോക്കിയേ എങ്ങനെയാണ് ചെയ്തേക്കണേ? നോക്കിയേ, കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആദ്യം. പദങ്ങൾ എത്രയാണ് വ്യത്യാസം? 8ാമത്തെ പദം 12ഉം 12ാമത്തെ പദം 8ഉം ആണ് തന്നേക്കണേ. 8ാമത്തെ പദം 12 ബൈ, അപ്പൊ 8 - 12 ബൈ 12 - 8 എത്രയാണ് കിട്ടുക? കോമൺ ഡിഫറൻസ് -1. അതാണല്ലോ കിട്ടിയ. 8 - 12 ബൈ 12 - 8. അത് അങ്ങനെയാണ് എപ്പോഴും തരുള്ളൂ. ആ ഒരു എന്താ പറയാ ഇങ്ങനത്തെ രീതിയില്. ഈ 4ാം പദം 10, 10ാം പദം 4 അങ്ങനെയൊക്കെ ആയിരിക്കും മിക്കവാറും തരിക കേട്ടാ.
അപ്പൊ നമ്മൾ ഈ ഡി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത്. 12 ന്ന് 8 കുറയ്ക്കാനല്ല പറഞ്ഞ 8 മൈനസ് 12 ആണ്. വലുതിന് ചേർത്ത് കുറച്ച് വലുതിന്റെ ചിഹ്നം -4 ബൈ ഇവിടെ താഴെ 12 ന്ന് നേരിട്ട് നമുക്ക് 8 കുറയ്ക്കാം. അവിടെയും 4 4 ഒരു പ്രാവശ്യം വെട്ടിപ്പോവും. നെഗറ്റീവ് അവിടെ ബാലൻസ് ഉണ്ട് 1. അപ്പൊ -1 ആണ് ഡി. പക്ഷെ ഡി മാത്രമല്ല കണ്ടേക്കണം, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫസ്റ്റ് ടൈം കണ്ടിട്ടുണ്ട് അല്ലെ? ഫസ്റ്റ് ടൈം കണ്ടിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നേക്കണേലേ ഏതൊക്കെയാണെന്ന് അറിയാമോ? 8ാമതും 10ാമതും തന്നിട്ടുണ്ട് അല്ല 12ാമതും തന്നിട്ടുണ്ട്. 8ാമതും 12ാമതും തന്നിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്താൽ മതി. ഇപ്പൊ 8ാമത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം T8. T8 എന്ന് പറഞ്ഞാൽ എന്താ? വെരി ഗുഡ്. A+7D ആണ് T8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എയുടെ സ്ഥാനത്ത് എയുടെ വില കിട്ടൂല, കാരണം നമുക്ക് തന്നിട്ടില്ല. A+ എന്താ പറയാ 7 ഇൻറ്റു നെഗറ്റീവ് അല്ലെ? അതെ, സമം 8ാമത് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. 8ാമത് എത്രയാണ്? 12 കൊടുക്കാം. ഓക്കെ, 8ാമതമാണ് കൊടുത്തേക്കണം. അതുകൊണ്ടാണ് ഞാൻ 8ാമതത്തിന്റെ 12 എടുത്തത്. അത് 12ാമതോ ആയിരുന്നെങ്കിൽ 8 ആയിരുന്നു. അങ്ങനെയല്ല കൊടുത്തത്, ഞാൻ 8th ടേമിന്റെ ഇക്വേഷനിലാണ് കൊടുത്തത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ A+ അല്ല 7 ഇൻറ്റു -1 A-7 വരും സമം 12. അപ്പൊ നമുക്ക് A കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? A സമം എത്ര കിട്ടും? -7 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ +7 ആകും. A സമം 12 +7 ആകും. 12 + 7 അങ്ങനെയാണ് 19 കിട്ടിയിരിക്കുന്നത്. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ അടുത്ത കണക്ക് മിസ് ഒന്നുകൂടെ പറഞ്ഞു തരുമോ? എക്കോ ഉണ്ട്, അതുകൊണ്ട് ക്ലിയർ ആകുന്നില്ല. എക്കോ വരണ്ടാ? എക്കോ വരാൻ ആരെങ്കിലും ഇപ്പോഴും ഉണ്ടാ? ഈ ഇടയ്ക്കിടയ്ക്ക് അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്, എക്കോ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. മ്യൂട്ട് ചെയ്ത് വെക്കുക എല്ലാവരും. അടുത്തൊരു കണക്കും അതുപോലത്തെ തന്നെയാണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഡിഫറെന്റ് പൊസിഷൻസിലെ അടുത്ത ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഡിഫറെന്റ് പൊസിഷൻസിലെ ഡിഫറെന്റ് സംഖ്യകൾ തരുമ്പോ അവിടെ നമ്മളോട് ഒന്നില്ലെങ്കിൽ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസമോ അല്ലെങ്കിൽ ഫസ്റ്റ് ടേമോ അല്ലെങ്കിൽ ഈവൻ ദിസ് അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയോ ഒക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നിരിക്കുന്ന ആ ഒരു ഇതിൽ നിന്ന് തന്നിരിക്കുന്ന ഇൻഫോർമേഷനിൽ നിന്ന് നമ്മൾ ആദ്യം ഡി കണ്ടുപിടിക്കുക. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ തന്നേക്കണ ആ 2 പദങ്ങൾ തമ്മിൽ വ്യത്യാസം കാണുക. പദങ്ങളുടെ വ്യത്യാസം ഡിഫറൻസ് ഇൻ ടേംസ് ബൈ ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ ദയർ പൊസിഷൻ, സ്ഥാനങ്ങളുടെ വ്യത്യാസം തമ്മിൽ കുറച്ചാൽ മതി. എന്നിട്ട് കിട്ടുന്നത് ഡി ആയിരിക്കും. ഇവിടെ നമുക്ക് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 25th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 50 ആണ് 25th ടേം തന്നേക്കണേ. ആൻഡ് 50th ടേം ഈസ് ഈക്വൽ ടു 25. 25ാമത്തെ പദം 50, 50ാമത്തെ പദം 25. ഓക്കെ, അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ഫോം ചെയ്യാനൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. എന്തായിരിക്കും കോമൺ ഡിഫറൻസ്? 25ാമത്തെ പദം 50, 25ാം പദം 50 ആണ്, 50ാം പദം 25 ആണ്. ഓക്കെ, അപ്പൊ 25 മൈനസ് 50 ബൈ 25 മൈനസ് 50, അതായത് തന്നേക്കണ പദങ്ങള്. ഓക്കെ, ഇനി 50 മൈനസ് 25. ഓക്കെ, സ്ഥാനങ്ങൾ അതിന്റെ അടിയിൽ എഴുതോട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് 25 ന്ന് 50 കുറയ്ക്കാം. വലുതിന്ന് ചെറുത് കുറച്ചാൽ -25 ബൈ മറ്റേത് +25 ആണ്. അതായത് 50 ന്ന് 25 കുറച്ച് 25 25 വെട്ടിപ്പോകും. 1 ടൈംസ് ദാറ്റ് ഈസ് -1 ആണ് ഉത്തരം ഡി കിട്ടുക. -25 അല്ലേ വരുന്നത്? പിന്നെ പോസിറ്റീവ് 25 അല്ലേ വരുന്നത്? പിന്നെ നെഗറ്റീവിന്റെ ചിഹ്നം എങ്ങനെ വരും? എവിടെയെന്ന് മനസ്സിലായില്ല ചോദിച്ചത്. പോസിറ്റീവ് അല്ലേ വരുന്നത്? അവിടെയാണ് കുഴപ്പം. അതായത് വലുതിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടുന്നത് പ്ലസിലും മൈനസിലും ആണ്. ഓക്കെ, പ്ലസും മൈനസും വരുമ്പോഴാണ് അങ്ങനെ നോക്കണ്ടേ. അതായത് കൂട്ടണോ കുറയ്ക്കണോ അങ്ങനെ നോക്കണ്ടേ. എന്നാൽ മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും ഹരണത്തിലും ഗുണനത്തിലും ഏതെങ്കിലും ഒരെണ്ണം ഒരു സംഖ്യ നെഗറ്റീവ് ആണെങ്കിൽ ദ ആൻസർ വിൽ ബി നെഗറ്റീവ്. ഹരിക്കായിക്കോട്ടെ ഗുണിക്കായിക്കോട്ടെ, ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴും തന്നിരിക്കുന്ന നമ്പേഴ്സിൽ 2 എണ്ണം ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്തുണ്ട് നെഗറ്റീവ് ആണെങ്കിൽ ദ ആൻസറിൽ നമുക്ക് കൊടുക്കേണ്ട ചിഹ്നം നെഗറ്റീവ് തന്നെയാണ്. അവിടെ നെഗറ്റീവ് പോസിറ്റീവ് ഏത് സംഖ്യയാണ് വലുത് എന്നുള്ളതിന് യാതൊരു പ്രാധാന്യവും ഇല്ല. ഇപ്പൊ നോക്ക്,
2 ഇൻറ്റു -3 എന്താണ് ഷിജിൻ ആൻസർ? -6. -6. എന്തുകൊണ്ട് -6 കൊടുത്ത്? എന്തുകൊണ്ട് -6 കൊടുത്ത്? 3 വലുതാ. അങ്ങനെ കൊടുത്തതാണാ? അത് കൊള്ളാം. അപ്പൊ ശരി, അങ്ങനെയാണെങ്കില് -5 ഇൻറ്റു 2 എന്താണ് ആൻസർ? പറ ഷിജിൻ പറ. -10. -10. സോറി 10. ഇനി പറയേ, ആൻസർ. -7 -70. ഇപ്പൊ എല്ലായിടത്തും നെഗറ്റീവ് പറഞ്ഞല്ലോ ഷിജിൻ, അതെന്താ കാരണം? അതിപ്പോൾ മിസ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ മനസ്സിലായ? അതുപോലെ തന്നെയാ ഡിവിഷനിലും. ഇതൊക്കെ -10 ബൈ മാം മൈനസും മൈനസും പോസിറ്റീവ് അല്ലേ വരിക? 2 മൈനസ് വരാണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കില്ലേ വരിക? 2 നെഗറ്റീവ്. അതാണ് ഞാൻ പറഞ്ഞത്. 2 നെഗറ്റീവ് വന്നാൽ അന്നേരം പറഞ്ഞു, ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. 2 സംഖ്യകൾ തരുമ്പോ അതിലേതെങ്കിലും ഒരെണ്ണം നെഗറ്റീവ് ആണെങ്കിൽ എന്ന് ഞാൻ എടുത്തു പറഞ്ഞു. 2 എണ്ണം ഞാൻ പറഞ്ഞില്ലല്ലോ. ഏതെങ്കിലും ഒരെണ്ണം നെഗറ്റീവ് ആണെങ്കിൽ ആൻസറിൽ നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ ഇപ്പൊ എന്താ ആൻസർ ഷിജിൻ ഒന്ന് പറയാമോ? -10/2. -5. -5 കണ്ടല്ലോ. ഇതിനകത്ത് 10ന് മാത്രമേ നെഗറ്റീവ് ഉള്ളൂ. ഓൾറെഡി 2 എന്ന് പറയുന്നത് പോസിറ്റീവ് സംഖ്യയാണ്. പക്ഷേ ഏതെങ്കിലും ഒരു സംഖ്യ ഒന്നില്ലെങ്കിൽ ന്യൂമറേറ്റർ അല്ലെങ്കിൽ ഡിനോമിനേറ്റർ എവിടെയെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആൻസറിൽ നെഗറ്റീവ് ആയിരിക്കും. എന്നാൽ ഇവിടെ ഞാൻ അടിയിലും നെഗറ്റീവ് തന്നെ കൊടുത്തെങ്കിലോ, -10/2 ആണെങ്കിലോ ആൻസർ എന്ത് വരും? 5. +5 അല്ലെ? നെഗറ്റീവ് മാറും. അവിടെ നെഗറ്റീവ് ഇല്ല. 2 സംഖ്യയ്ക്കും നെഗറ്റീവ് വന്നു. അപ്പൊ നെഗറ്റീവ് വെട്ടിപ്പോകും. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 5 ആണ്. ഇനി തെറ്റിക്കരുത്. അപ്പൊ നമുക്ക് -1 എന്ന് ഡി കിട്ടി. കോമൺ ഡിഫറൻസ് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇതിന്റെ ഒക്കെ ഡി -1 അല്ലേ ഒന്നിങ്ങനെ? അപ്പൊ പൊതുവെ -1 ആണോ വരിക? ഡി ഇങ്ങനത്തെ ടേംസ് തന്നു കഴിഞ്ഞാൽ പറയട്ടെ, അത് നല്ല ചോദ്യമാണ്. പക്ഷെ ഇവിടെ എങ്ങനെ വരുമ്പോഴാണ് ഈ -1 തന്നെ? 25, 50, 50, 25 കണ്ടോ? നമ്മൾ മൈനസ് ചെയ്യുന്ന അടിയിലും മുകളിലും ഒരേ സംഖ്യകളിൽ നിന്നാ. ആ നെഗറ്റീവ് വരുന്നത് മാത്രമേ വ്യത്യാസം വരുള്ളൂ. പക്ഷെ ഇങ്ങനെ മാത്രമല്ല കേട്ടോ വരിക. 6 30 18 20 അങ്ങനെയൊക്കെ പറഞ്ഞു വരും. അങ്ങനെയും വരും. മനസ്സിലായ? അതുകൊണ്ടാണ് ഈ ഒരു ഇക്വേഷൻ നമ്മളോട് പഠിച്ചു വെക്കാൻ പറയുന്നത്. ക്ലിയർ ആയോ? -1 ആവൂല ആൻസർ വരിക. സെയിം വന്ന 25ാമത്തെ പദം 50, 50ാമത്തെ പദം 25 കണ്ട? അങ്ങനെ ഡിനോമിനേറ്റർ ഒരുപോലെ ആയാലും -1 വരും. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ ചെയ്യുന്ന ക്രിയ രണ്ടോടത്തും 2 സംഖ്യകൾ തമ്മിൽ എന്താ പറയാ, നമ്മൾ മൈനസ് ചെയ്യുന്നത് ഒരേ സംഖ്യകളാണ്. മനസ്സിലായി? 25 50, 50 25 മനസ്സിലായല്ലോ? അതായത് കൊണ്ട് മാത്രമാണ് -1 വന്നത്. -1 ആയിരിക്കും അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ കോമൺ ഡിഫറൻസ്. ഓക്കെ, ശരിയാണ്. പക്ഷെ ഇത് മാറി വരുന്ന എപ്പോഴാന്ന് വെച്ചാൽ 10ാം പദം 48, 25ാം പദം 102 അങ്ങനെ വരില്ലേ? അപ്പൊ രണ്ടും ഒരേപോലെ അല്ല, ക്രോസ് ആയിട്ടല്ല വന്നേക്കണേ. 25 50 50 25 അങ്ങനെയല്ല വന്നേക്കണേ അല്ലെ? അപ്പൊ അതുകൊണ്ട് ഡിഫറെന്റ് പൊസിഷൻസും ഡിഫറെന്റ് സംഖ്യകളുമാണ് വന്നേക്കണെങ്കിൽ അപ്പൊ നമുക്ക് ഇക്വേഷൻ ഇത് തന്നെ കൊടുക്കണം. പക്ഷെ അന്നേരം -1 കിട്ടില്ല എന്ന്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 25ാമത് വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നിങ്ങളോട് എന്താണ് പറഞ്ഞേക്കണത്? ആ അരിത്തമെറ്റിക് സീക്വൻസ് ഏതാണെന്ന് കണ്ടുപിടിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്ന് പറഞ്ഞേ, ഇതിൽ ഏതെങ്കിലും ഒന്നിൽ കൊടുത്താൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടൂലേ? ആദ്യത്തെ ടേം കണ്ടുപിടിക്കുക. 25ാമത്തെ ടേമോ 50th ടേമോ ഏത് വേണമെങ്കിലും കൊടുക്കാം. അതിൽ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ആദ്യം തന്നെ അതിൽ തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു ടേം കണ്ടുപിടിച്ചാൽ നമുക്ക് എ കിട്ടും. അപ്പൊ നമുക്ക് ഓക്കെ, ഇവിടെ 25th ടേം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 25ാം പദം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 25ാമത് എത്രയും ക്വസ്റ്റ്യൻ തന്നേക്കണേ? 50 അല്ലേ? 25ാമത് 50 അല്ലേ തന്നേക്കണേ? അപ്പൊ A + 25 D എന്ന് പറയും. 25ാമതും ആയതുകൊണ്ട് 24 ഡിയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കും? -1 കൊടുക്കും. = 50 കിട്ടും. ഓക്കെ, അപ്പൊ A അവിടെ തന്നെ നിർത്താം. നമുക്ക് 24 × -1 നമുക്കറിയാം -24 കിട്ടുക അല്ലെ? ഞാൻ ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാണ്. -24 അതായത് ഇത് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഉത്തരം -24. ഞാൻ അത് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താകും? അപ്പൊ നമുക്ക് ഫസ്റ്റ് ടൈം എത്ര കിട്ടി? 74 ഫസ്റ്റ് ടൈം കിട്ടിയില്ലേ? ഇനി നിങ്ങൾക്ക് ശ്രേണി ഉണ്ടാക്കാൻ എന്താ കുഴപ്പം? ഫസ്റ്റ് ടേം 1ാമത്തെ പദമാണ് 74. 1ാമത്തെ പദം 74. അപ്പൊ അടുത്ത പദം എത്രയായിരിക്കും?
73. 73 അതെന്താ 73 വന്നേ? 72 കോമൺ ഡിഫറൻസ് കോമൺ -1 ആണ്. ഡിഫറൻസ് -1 ആണ്. കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം -1 ആണ്. എന്ന് വെച്ചാൽ 1 കുറഞ്ഞാണ് പോവുക. 74, 73. അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ 3 പദമെങ്കിലും കണ്ടുപിടിച്ച് വെച്ചേക്കണം കേട്ടാ. 2 എണ്ണം വെച്ചിൽ നിർത്താൻ പറ്റില്ല. 3 എണ്ണം, അറ്റ്ലീസ്റ്റ് 3 എണ്ണം, മിനിമം 3 എണ്ണം കേട്ടാ. അപ്പൊ 73, 74, 73, 72, 71, 70 അങ്ങനെ കുറഞ്ഞാ പോണേ. -1 കിട്ടിയത് കൊണ്ടാണ് കുറഞ്ഞത്. അപ്പൊ അതാണ്. ഓക്കെ, ഇനി എന്താണ് അടുത്തത്? സം ഓഫ് ടേംസ്. ഇനി സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക അതുകൂടി ഉണ്ട്. അത് പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് തരത്തിലുള്ള ശ്രേണികളുണ്ട്. അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് തരത്തില് നമ്മൾ തുകകളും കണ്ടുപിടിക്കുന്നുണ്ട്. ഇപ്പൊ തൽക്കാലം ഇന്ന് എന്തിട്ടാണ് നോക്കാം. ആദ്യത്തേത് സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. എത്രയാണ്? എണ്ണൽ സംഖ്യകളുടെ തുക. എണ്ണൽ സംഖ്യകളുടെ തുക ആണെങ്കിൽ ഇക്വേഷൻ എന്താ? n into n plus 1/2. n into n plus 1/2. അതായത് നമുക്ക് എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണോ കാണണ്ടേ, ആദ്യത്തെ 30 എണ്ണോ, ആദ്യത്തെ 40 എണ്ണോ, ആദ്യത്തെ 12 എണ്ണോ, ആദ്യത്തെ 28 എണ്ണോ, എത്ര എണ്ണാണോ ആ എണ്ണത്തെയാണ് നമ്മൾ n എന്നുള്ളത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ എണ്ണിന്റെ ഒപ്പം, അതായത് ഇപ്പൊ 28 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ 28 into 29. അത് 29 എന്താ വന്നേ? n+1. അതാണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന പദങ്ങളുടെ എണ്ണത്തിന്റെ കൂടെ ഒരു പദം കൂടി കൂട്ടി അതിന്റെ പ്രോഡക്റ്റ് അത് തമ്മിൽ ഗുണിച്ച് എന്ത് ചെയ്യാ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. എന്താ പറയാ, എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അതേ കുറച്ച് എണ്ണൽ സംഖ്യകളുടെ തുക അവിടെ ചോദിച്ചിട്ടുണ്ട്. എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്നതിന് അങ്ങനെ തന്നെ ആയിരിക്കില്ല. ഇത് ഇങ്ങനത്തെ ഒരു സാധനവും മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണുന്നതാണ്. 1 + 2 + 3 + 4 എന്ന് പറഞ്ഞിട്ട് അറ്റത്ത് ഒരു സംഖ്യ കൊണ്ടെന്ന് എഴുതും. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? 1 മുതൽ 75 വരെയുള്ള 75 വരെയുള്ള സംഖ്യ എന്നാണ് അല്ലെ? 1 തുടങ്ങി 75 വരെയുള്ള സംഖ്യകളുടെ സമ്മ് കാണാനാണ് അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത്. 1 + 2 + 3 എന്നൊക്കെ പറഞ്ഞ് തരിക. അങ്ങനെയും തരാം. ആദ്യത്തെ 75 സംഖ്യകളുടെ തുക എന്നായിരിക്കാം, എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, അപ്പൊ ഇത് തന്നു കഴിയുമ്പോ ഇതിന്റെ n into n plus 1 എന്ന് പറയുമ്പോ എത്രയാണ്? 75 വരെയുള്ള എത്ര സംഖ്യകളുണ്ട്? നാച്ചുറൽ നമ്പേഴ്സ് 75 സംഖ്യ. 75 into തൊട്ടടുത്ത സംഖ്യ 75 കഴിഞ്ഞിട്ടുള്ള സംഖ്യ അത് എത്രയാ? 76/2 അല്ലെ? 75 into 76/2. 2 നമുക്ക് 76 വെച്ച് വെട്ടിച്ചെറുതാക്കാൻ പറ്റുന്ന സംഖ്യ വെച്ച് അത് വെട്ടിച്ചെറുതാക്കാം. 76ന്റെ പകുതി 38. 38ഉം ഈ 75 കൂടി ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും 75 പദങ്ങളുടെ തുക, അല്ലെങ്കിൽ 75 വരെയുള്ള സംഖ്യകളുടെ തുക. 2850 ആണ്. 2850 ഇതായിരുന്നു നമുക്ക് തന്നിരുന്ന നോട്ട്. അപ്പൊ നോട്ട് മാത്രമേ നമ്മളിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. അടുത്തത് വേഗം ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. വേഗം ഉത്തരം പറഞ്ഞാൽ മതി ഇനി നിങ്ങൾ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൊണ്ടുവന്നേക്കണേ. nth ടേം തന്നിട്ടുണ്ട്, 5ാം പദം കാണാന്. അതെ, ഏതാ? nth ടേം തന്നിട്ടുണ്ട് 4n - 1. അതിൽ 5ാമത്തെ ശ്രേണിയിൽ 5ാമത്തെ പദം ഏതാണ് വെച്ചാൽ അത് കാണാന്. ഒരു The term of an arithmetic sequence is 4n - 1. Then what is it? അതന്നെയാണ് മിസ്സേ പറഞ്ഞത്. അപ്പൊ 92 എന്ന് പറഞ്ഞെന്താ? 92 പറഞ്ഞിട്ടില്ല. ഞാൻ 92 പറഞ്ഞില്ല മിസ്, കേട്ടന്റെ കുഴപ്പമില്ല. ആണോ? 92 ഞാൻ കേട്ട് കുറച്ച് എന്തോ, അതാണ് ഞാൻ 92 തപ്പിക്കൊണ്ടിരുന്നത്. If nth term of an arithmetic sequence, okay. Nth term of an arithmetic sequence is 4n - 1. Then what is its fifth term? ഒരു സമാന്തര ശ്രേണിയുടെ 4n - 1 എന്നാണ് അതിന്റെ സമാന്തര ശ്രേണിയുടെ nth ബീജഗണിത രൂപം. 5ാം പദം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ. 19, 16, 13, 0. 19. എന്താ എന്തെങ്കിലും പറയണ്ടോ? 19 കിട്ടിയില്ല ആൻസർ? കിട്ടി, എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാണ്.
4 വരെ കഴിഞ്ഞ് കഴിയുമ്പോ 1-ാമത്തേലേക്ക് പോകാൻ പറയരുത് എന്നോട് വീണ്ടും. ടീച്ചർ ഒന്ന് ചെയ്യോ? ഓക്കെ. 4n-1 എന്ന് പറയുന്നതാണ് ഒരു സമാന്തര ശ്രേണിയുടെ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഒരു ബീജഗണിത രൂപം. 5th ടേം കാണാൻ പറഞ്ഞാൽ 4ന്റെ n-ന്റെ സ്ഥാനത്ത് എത്രാമത്തെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. 5th ടേം കാണണമെങ്കിൽ 5 കൊടുക്കുക. n-ന്റെ സ്ഥാനത്ത് ആ എണ്ണം കൊടുത്താൽ മതി. 4 × 5 - 1. 4 × 5 എത്രയാ? 20. 20 - 1 എത്രയാ? 19. ഉള്ളൂ. പൊസിഷൻ തന്നിട്ടുണ്ട്. ആ പൊസിഷനിൽ ആ സംഖ്യ എത്രയാണോ അത് അങ്ങോട്ട് കൊടുക്കുക. എത്രാമത്തെ പൊസിഷൻ ആണോ എന്ന് വെച്ചാൽ അത് അവിടെ കൊടുക്കുക. എന്നിട്ട് ആ ബീജഗണിത രൂപം അങ്ങോട്ട് സോൾവ് ചെയ്യാം. 4 × 5. 5-ാമത്തെ പൊസിഷനിലാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അവിടെ 5 കൊടുത്തത്. 10-ാമത്തെ ആണെങ്കിൽ 4 × 10 കൊടുത്തേനെ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. nth ടേം വീണ്ടും അതൊന്ന് വേഗം ചെയ്യാത്ത ആള്. nth ടേം ഈസ് 2n-1. 2n-1 ആണ് n-ാം പദം എന്ന് പറയുന്നത്. അതിന്റെ ഫസ്റ്റ് ടേം ആണ് ചോദിച്ചത്. 1-ാം പദം ഉണ്ടോ ചോദിച്ചേ? 1 -1 -2. 1 കിട്ടി എല്ലാവർക്കും? ഓക്കെ. അടുത്തത് 3-ാമത്തെ ക്വസ്റ്റ്യൻ. 10, 13, 16. അതൊരു സമാന്തര ശ്രേണി. ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. വാട്ട് ഈസ് ഇറ്റ്സ് nth ടേം? അതിന്റെ n-ാം പദം എത്രയാണ്? 10, 13, 16. നമ്മൾ നേരത്തെ ഓൾറെഡി ചെയ്തു. n-ാം പദം നമുക്ക് തന്നു. 3n + 7. 3n + 7. കിട്ടാത്തവരുണ്ടെങ്കിൽ പറയാം. 10, 13, 16 ആണ് സമാന്തര ശ്രേണി. n-ാം പദം എഴുതാനാണ് പറഞ്ഞേക്കണേ. n-ാം പദം എഴുതണമെങ്കിൽ a + n-1 × d കൊടുക്കാനാണ് പറഞ്ഞേക്കണേ. ഒന്നുകൂടി ചെയ്യാം. ഇനിയും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 1-ാം പദം a എന്ന് പറയുന്നത് 1-ാം പദമാണ്. അത് അവിടെ 10 കൊടുത്തു. പ്ലസ് n- അവിടെ n കൊടുക്കാൻ പാടില്ല. കാരണം n-ാം പദം കാണുമ്പോൾ n വേണം. അവിടെ n ഉണ്ടാവും എന്തായാലും. d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. എത്ര വീതമാണ് കൂട്ടിപ്പോയേക്കണേ? 3 വീതം അല്ലെ? അപ്പൊ 3 അവിടെ കൊടുത്തു. ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. 10 കൊണ്ട് 10 അങ്ങനെ തന്നെ എഴുതിയിട്ട് 3 കൊണ്ട് ആ ബ്രാക്കറ്റിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഗുണിക്കണം. 3 × n 3n അല്ലെ? -1 × 3 -3 നെഗറ്റീവ് ഉള്ളതുകൊണ്ട്. ഇനി 3n അങ്ങനെ തന്നെ ഇറക്കി എഴുതി. പ്ലസ് 10ഉം ഈ എന്താ പറയാ +10ഉം -3ഉം അതായത് -3 ആണ്. അതുകൊണ്ട് തന്നെ 10 ന്ന് 3 കുറച്ചു. 10 ന്ന് 3 കുറച്ചാൽ എത്രയാണ്? 7. അപ്പൊ 3n + 7. അടുത്ത ക്വസ്റ്റ്യൻ. 1, 2, 3, 4 + 50 എന്നിട്ടിട്ടുണ്ട്. അത് സമൂഹത്തിന്റെ 275. എത്ര? 1275. അതെ, 275 ആണ്. 1 മുതൽ 50 വരെയുള്ള പദങ്ങളുടെ തുകയാണ്. അപ്പൊ 50 ആദ്യം എഴുതണം. 50 × 50 കഴിഞ്ഞിട്ടുള്ള സംഖ്യ 51/2. ഈ 2ഉം 50ഉം വെട്ടാൻ പറ്റി 25 പ്രാവശ്യം. 25 × 51 ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണോ അതായിരിക്കും അത്രയും പദങ്ങളുടെ തുക. 4-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ പറഞ്ഞത്. 4. അടുത്തത് 13x 35. എക്സിന്റെ വില എക്സ് ആണ്. 24. 12, 24, 48, 22. 24 ആണ്. അടുത്തത് സെക്കൻഡ് ടേം. 2-ാം പദം 10, 4-ാം പദം 16. കോമൺ ഡിഫറൻസ് എത്രയാണ്? പൊതുവ്യത്യാസം 3. 2-ാം പദം 10, 4-ാം പദം 16. 3. 3 ആണ്. 16 ന്ന് 10 കുറയ്ക്കാം. പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കോമൺ ഡിഫറൻസ് ആണ് ചോദിച്ചേക്കണേ. 4 ന്ന് 2 കുറയ്ക്കാം. 16 ന്ന് 10 കുറച്ചാൽ 6 ആണ്. 4 ന്ന് 2 കുറച്ചാൽ 2 ആണ്. 6/2 ദാറ്റ് ഈസ് 3 ആണ് കോമൺ ഡിഫറൻസ്. 6-ാമത്തെ ഉത്തരവാണ് ഇപ്പൊ പറഞ്ഞത്. 6th ക്വസ്റ്റ്യന്റെ ആണ് ആൻസർ ചെയ്തേക്കണേ. ഓക്കെ. അടുത്തത് എങ്ങനെ ഒന്നും കൂടെ പറഞ്ഞു? എന്താ? എന്നോടാണോ?
അത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു കൊടുക്കാൻ. ആ അതായത് നമ്മൾ നേരത്തെ എഴുതിയത് പദങ്ങള് രണ്ട് ഡിഫറെന്റ് പൊസിഷനിലെ സംഖ്യകൾ തന്നു കഴിഞ്ഞ് കഴിയുമ്പോ അതിൽ നിന്ന് ഡി കാണുന്ന ഇക്വേഷനിൽ കൊടുക്കണം പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ബൈ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ രണ്ടാം പദം 16 രണ്ടാം പദം 10 നാലാം പദം 16 10ഉം 16ഉം തമ്മിൽ മൈനസ് ചെയ്യണം. അതായത് 16 മൈനസ് 10 ഇത് നാലാം പദം ഇത് രണ്ടാം പദം. ഓക്കെ, ഇവ തമ്മിലുള്ള വ്യത്യാസം ബൈ നാലാം പദത്തിന്റെ ചോട്ടിൽ തന്നെ നാലാമത്തെ പൊസിഷൻ എഴുതണം -2 16ന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ 6 6/4 2 കുറച്ചാൽ 2 6/2 ആണ് ഉത്തരം 3. എന്താ കുഴപ്പം? ക്ലിയർ ആയോ? ചോദിച്ച ആൾക്ക് മനസ്സിലായോ? ഓക്കെ. അടുത്ത ഏഴാമത്തെ ഫോർത്ത് ടേം അതേപോലെ തന്നെ ഞാൻ ചെയ്തെന്നാ. നാലാം പദം 31 സിക്സ്ത് ടേം 47. ഫസ്റ്റ് ടേം ആണ് കണ്ടത്. ഡി മാത്രം കണ്ടാ പോരാ. ഡി കണ്ടു കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക. 0 5 7 9 0 5 7 9 ഏതാണ് ആൻസർ നോക്കുക. ക്വസ്റ്റ്യൻ ആണോ? ക്വസ്റ്റ്യൻ ഫോർത്ത് ടേം ഓഫ് an arithmetic sequence 31. Fourth term of an arithmetic sequence 31 31. Sixth term 47. ആറാം പദം 47. Sixth term 47. What is the first term? ഒന്നാം പദം എത്ര? എ ആണ് ചോദിച്ചാണ്. ഒന്നാം പദം ചോദിച്ചാണ്. ഓക്കെ, 7 ആണ് ഉത്തരം. പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇവിടെ 47 മൈനസ് 31. സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിക്കുമ്പോൾ 6ഉം 4ഉം ആണ് സ്ഥാനങ്ങൾ. 6 മൈനസ് 4 47ന്ന് 31 പോയി കഴിഞ്ഞാൽ 16 16/2 16/2 എത്രയാ? 8. ഈ കിട്ടിയേക്കണ 8 എന്ത് സാധനമാണ്? കോമൺ ഡിഫറൻസ്. ചോദിച്ചിരിക്കുന്നത് കോമൺ ഡിഫറൻസ് അല്ല, പൊതുവ്യത്യാസമല്ല. നമ്മളോട് ചോദിച്ചത് ആദ്യ പദം എത്ര എന്നാണ് ചോദിച്ചത്. ഒന്നാം പദം കാണണം. കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞ് ഇതിൽ ഏതെങ്കിലും ഒരു പദത്തിനകത്ത് കൊടുത്തോ. നാലാം പദവും തന്നിട്ടുണ്ട്, ആറാം പദവും തന്നിട്ടുണ്ട്. അപ്പൊ നാലാം പദത്തിൽ കൊടുക്കല്ല. T4 എന്ന് പറയുമ്പോ A+3D A+3D എത്രയാണ് നാലാം പദം തന്നിരുന്നത്? 31. അപ്പൊ 31 ഇവിടെ സമൂട്ടിട്ട് കൊടുക്കുക. A ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ A+3D 3 ഇൻറ്റു D നമുക്ക് കിട്ടിയിട്ടുണ്ട് 8 അല്ലെ, സമം 31. 3 ഇൻറ്റു 8 എത്രയാ? 24 അല്ലെ. 31ന്റെ അടുത്തേക്ക് 24 പ്ലസ് ആണ്. അത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ എന്താകും? -24. അതെ, 31 മൈനസ് 24 എത്രയാണോ അതാണ് എന്ത് എ എന്ന് പറയുന്നത്. എ കണ്ടല്ലോ, എ ആണ് കണ്ടുപിടിക്കേണ്ടത്. 31ന്ന് 24 കുറച്ചാൽ എത്രയാണ് കിട്ടുക ആൻസർ? 7 ആണ് ആൻസർ. അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ. nth term of an arithmetic sequence is 11n. 11n എന്നാണെന്ന് ഒരു എന്നാം പദം ഏതോ ഒരു ശ്രേണിയുടെ 11n ആണ് അതിന്റെ ബീജഗണിത രൂപം. അങ്ങനെയാണെങ്കിൽ ഈ ശ്രേണി ഏതാണെന്നാണ്. ഏതാണ് arithmetic sequence? 11 22 33 111 222 333 10 100 1000 ഇവയൊന്നുമല്ല. 11 22 33 ഏത് സംഖ്യയുടെയും കൂടെ n വന്നു കഴിയുമ്പോ അതിന്റെ ഗുണിതങ്ങളായിരിക്കുള്ളൂ. മൾട്ടിപ്പിൾസ് ആണ്. ഗുണന എന്തുട്ടാ പട്ടികയില്ലേ നമ്മുടെ ഗുണന പട്ടിക, അതായിരിക്കുള്ളൂ വരാ. 5n എന്ന് പറയുമ്പോൾ 5ന്റെ ഗുണന പട്ടിക, 6n എന്ന് പറയുമ്പോൾ 6ന്റെ ഗുണന പട്ടിക. അപ്പൊ 11n എന്ന് പറഞ്ഞാൽ 11ന്റെ ഗുണന പട്ടിക. 11ന്റെ ഗുണന പട്ടിക അറിയോ? 11 1 is 11, 11 2s are 22, 11 3s are 22, 33, 44 and so അങ്ങനെ 55 66 അങ്ങനെ. അപ്പൊ 11 22 33 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത 2 ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ, വേഗം ചെയ്യാം. 7 14 21 അതൊരു സമാന്തര ശ്രേണിയാണ്. 18ാമത്തെ പദം കാണാൻ. 18ാമത്തെ പദം A+17D കൊടുത്താൽ മതി. A+17D 1 14 21 എന്നാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തത്. എന്തോ 14 21 എന്നാണ് കൊടുത്തത്. ഒന്നായിരുന്നു. ഇതിന് പകരം ഒന്നായിരുന്നു. 7 14 21 അല്ലേ? 1 14 ഒന്ന് മാറ്റി എഴുതട്ടാ. ഒന്ന് മാറ്റി 7 ആക്കാം. എന്താണ് അവലോകനം?
7 കൊടുക്കുന്നത്. 7, 14, 21. എത്ര കിട്ടും? 18ാമത്തെ ടേം 120, 168, 186, 162, 126. 126. 126 ആണ്. കറക്റ്റ് ആണ്. A + 17 D ചെയ്താൽ മതി. A എന്ന് പറഞ്ഞാൽ 7 ആണ്. 7 + 17 × D. D എന്ന് പറഞ്ഞാൽ 7 വീതമാണ് കൂട്ടി പോയിക്കണം. അപ്പൊ 7 ആണ് കോമൺ ഡിഫറൻസ്. 7 × 17, സോറി 7 + 17 × 7. 7 + 49, 4, 119. 119 7 കൂട്ടിക്കഴിഞ്ഞാൽ 126. ഇതാണ് കറക്റ്റ് ആൻസർ. ആൻഡ് ലാസ്റ്റ് വൺ 1 മുതൽ 100 വരെ സംഖ്യകളുടെ തുക 50, 50. 50, 500, 5 ഉണ്ട്. 50, 50 ഉണ്ട്. 10,000 ഉണ്ട്. 5,500 ഉണ്ട്. 50, 50. 50, 50. ഓക്കെ. ഈ 1 + 2 + അങ്ങനെ വന്നിട്ടില്ലേ? ഈ 10 അല്ലെങ്കിൽ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് 10ന്റെ പവേഴ്സ് ആയിട്ടുള്ള സംഖ്യകൾ അറ്റത്ത് വന്നാൽ നമുക്ക് എളുപ്പം ചെയ്യാം. മറ്റേ ഇക്വേഷനും കൂടി ഒന്നും ഇല്ലാണ്ട്. ഇവിടെ 1000. 10ന്റെ പവറുകള് ഗുണിതമല്ല കേട്ടോ, ഗുണിതമല്ല. 10ന്റെ കൃതികൾ, എക്സ്പോണൻഷ്യൽ ഫോംസ് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കണ്ടതല്ലേ. അതുപോലെയാണ് പറഞ്ഞെങ്കിൽ ഒരു എളുപ്പ വഴി ഉണ്ട് തുക കാണാൻ. എന്താണെന്നറിയാമോ? ഇതിന്റെ തുക എന്തായിരിക്കും? 1 + 2 + അതായത് ഈ ഇത് ഏറ്റത്തോടെ വന്ന സംഖ്യയില്ലേ, മറ്റേ ഇക്വേഷൻ വെച്ച് ചെയ്യണമെന്നില്ല. എന്ത് ചെയ്താൽ മതി? ലാസ്റ്റ് എടുക്കുന്ന 10ന്റെ പവറുകൾ ആണല്ലോ അറ്റത്തായിട്ട് വരിക. ആ സംഖ്യ എടുക്കുക, അതിന്റെ പകുതി എടുക്കുക. 10ന്റെ പകുതി എത്രയാ? 5. ആ എഴുതിയ സംഖ്യ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് എഴുതുക. അപ്പൊ എത്രയായി? 55. 55. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എന്തായിരിക്കും? 50, 50. 50 പകുതി. അതിന്റെ കൂടെ ഒരു 50 കൂടി എഴുതണ്ടേ? റിപ്പീറ്റ് ചെയ്യാം ഒരു പ്രാവശ്യം കൂടി സംഖ്യ. അത്രേ ഉള്ളൂ കേട്ടാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും നിങ്ങൾ തന്നെ നോട്ട് ചെയ്ത് വെക്കാം. 500. അങ്ങനത്തെ സംഖ്യ ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നത് നല്ലതാണ്. അപ്പൊ ഇക്വേഷനെ ആശ്രയിക്കേണ്ട. ലാസ്റ്റ് വരുന്ന സംഖ്യ 10ന്റെ പവർ ആണെങ്കിൽ മാത്രം, എല്ലാത്തിലും അല്ല. ഓക്കെ. അപ്പൊ നമുക്ക് ടോപ്പിക്കിന്റെ ബാക്കി ഭാഗം ഇനിയുണ്ട്. ഒരുപാട് സംസ് ഇനിയും കാണാനുണ്ട്, പല രീതിയിലുള്ള സമ്മുകളെ. ഇപ്പൊ നാച്ചുറൽ നമ്പറിന് മാത്രം നമ്മൾ ഇപ്പൊ എഴുതിയിട്ടുള്ളൂ. ഇഷ്ടംപോലെ വേറെ ഉണ്ട്. അപ്പൊ അതുകൂടി നോക്കിയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. Thank you, miss. Thank you, miss. Thank you. Thank you, miss. Hello? Hello?